ഇന്ന് പേപ്പർ ടൂവിലുള്ള നമ്മുടെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ടുള്ള ഇന്റർനാഷണൽ എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ റിവൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ യു ഹാവ് ടു എക്സ്പെക്ട് നിയർലി 8 ക്വസ്റ്റ്യൻസ് ഓർ 8 to 9 ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ഇന്റർനാഷണൽ ട്രേഡ്. സംടൈംസ് കൂടുതൽ ചോദിച്ച കേസുകളുണ്ട്, ബട്ട് ഇൻ ആൻ ആവറേജ് യു വിൽ ബി എൻകൗണ്ടറിങ് വിത്ത് അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അങ്ങനെ ഒരു 8 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു 16 മാർക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യമാണ്. ആൻഡ് ഇഫ് യു ക്ലിയർലി ഗോ ത്രൂ ഈച്ച് ആൻഡ് എവറിത്തിങ്, അവിടെ ഒരു എന്താ പറയുക ഡൗട്ടിനുള്ള ഒരു പോസിബിലിറ്റി യഥാർത്ഥത്തിൽ ഈ ഒരു ടോപ്പിക്കിന് ഇല്ല. അതാണ് ഇന്റർനാഷണൽ എക്കണോമിക്സിന് ഏറ്റവും പ്രത്യേകത. 8 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 8 ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഈ ട്രേഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കൺസെപ്റ്റ്സ് ഉണ്ട്, ചില മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ചില ടൂൾസ്, ടേംസ് ഓഫ് ട്രേഡ്, ഓഫർ കർവ് പോലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ വി ഹാവ് തിയറീസ്. ഈ തിയറീസ് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് തിയറീസും, ദെൻ അതിനുശേഷം മോഡേൺ ആയിട്ടുള്ള തിയറീസും, ദെൻ ഫൈനലി വി ഹാവ് ന്യൂ ട്രേഡ് തിയറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗങ്ങളും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് തിയറീസിന്റെ ഭാഗത്തുണ്ടാവും. ട്രഡീഷണലിൽ മെർക്കന്റലിസവും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക. മെർക്കന്റലിസം, ദെൻ നമ്മുടെ ആഡം സ്മിത്ത്, സ്മിത്ത്, റിക്കാർഡോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും, അതായത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഇതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും വരിക. മോഡേണിലേക്ക് എത്തുന്ന സമയത്ത് വിൽ സ്റ്റാർട്ട് വിത്ത് എച്ച് ഒ തിയറി. അതിനുശേഷം എച്ച് ഒ എസ് എന്ന് പറയും, സാമുവൽസന്റെ. അതേപോലെ തന്നെ ദെൻ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ, ദെൻ അതേപോലെ തന്നെ സ്റ്റോൾപ്പർ സാമുവൽസൺ, റിബ്സിൻസ്കി, അതേപോലെ തന്നെ മെറ്റ്സ്ലർ പാരഡോക്സ്, അതേപോലെ തന്നെ മിസ്റൈസിങ് ഗ്രോത്ത്, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ ന്യൂ ട്രേഡ് തിയറീസിലാണ് ഈ പ്രൊഡക്റ്റ് സൈക്കിൾ തിയറിയും, അതേപോലെ തന്നെ എക്കണോമീസ് ഓഫ് സ്കെയിലിനെ കുറിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ട്രേഡ് ഉണ്ടായിരിക്കുക വെൻ ദർ ഈസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ റെപ്രസെന്റ്, ഇങ്ങനത്തെ കേസുകൾ ആണ് ന്യൂ ട്രേഡ് തിയറീസിൽ പിന്നെ പറയാം. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബി ഒ പി. ബി ഒ പിയിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താറുള്ളത്, അതായത് എങ്ങനെയാണ് ബി ഒ പിന്റെ കേസിൽ ഈ പറയുന്ന ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ദെൻ ബി ഒ പിയുടെ കോമ്പണൻസ് ഏതൊക്കെയാണ്, ഈ കോമ്പണൻസിൽ തന്നെ വരുന്ന ഓരോ സബ് ഡിവിഷൻസ് ഉണ്ടാവും, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ദെൻ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട്, അതേപോലെ തന്നെ എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, ഇതൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ദെൻ അതേപോലെ തന്നെ ബി ഒ പി റിലേറ്റ് ചെയ്തിട്ടുള്ള ദർ ആർ സം തിയറീസ്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ, അതിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഡിപ്രിസിയേഷൻ, അതേപോലെ തന്നെ അപ്രിസിയേഷൻ, അതേപോലെ തന്നെ റീവാലുവേഷൻ, ഡീവാലുവേഷൻ, ഇതൊക്കെ നമുക്ക് ആ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. then അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വേറെ കുറെ കൺസെപ്റ്റുകളും തിയറീസും ഉണ്ട് കേട്ടോ. ഇതിലും എക്സ്ചേഞ്ച് റേറ്റിലും നമുക്ക് കുറച്ച് തിയറീസും അതുപോലെ ചില മോഡൽസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നമുക്ക് പ്രധാനപ്പെട്ട വേറൊരു ഭാഗം വരുന്നത് ഈ WTO, അതേപോലെ തന്നെ ആസിയാൻ, അതേപോലെ തന്നെ ഇതേപോലെ ട്രേഡ് ബ്ലോക്സുകൾ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം എക്കണോമിക് ഇന്റഗ്രേഷൻസ് ഉണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ലെവലിലുള്ള നമ്മുടെ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം, അപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ബേസിസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൽ വരുന്ന കൺസെപ്റ്റുകൾ, അതുപോലെ ബോഡീസ് എല്ലാം അതിൽ വരും. ദെൻ അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രേഡിൽ വരുന്ന ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സിൽ തന്നെ നമുക്കറിയാം താരിഫ് ബാരിയേഴ്സും ഉണ്ട്, അതേപോലെ തന്നെ നോൺ താരിഫ് ബാരിയേഴ്സും ഉണ്ട്. ഇത്രയും കൺസെപ്റ്റുകൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യൻസ്. ഏകദേശം 8 ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ഭാഗത്തും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രമാണ്. അതാണ് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ പ്രത്യേകത. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് തിങ്. സോ നമ്മൾ ഗെയിൻസ് ഫ്രം ഇന്റർനാഷണൽ ട്രേഡ് ആണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഗെയിൻസ് ഫ്രം ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന സമയത്ത്, ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്ന സമയത്ത്, രണ്ട് കൺട്രീസ് തമ്മിൽ ട്രേഡ് നടക്കുന്ന സമയത്ത്, ഹൗ ഇറ്റ്സ് ആക്ച്വലി ഹെൽപ്പിംഗ്
കൺട്രീസ്, അല്ലെങ്കിൽ എന്ത് ഗെയിൻ ആണ് അവർക്ക് കിട്ടാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഗെയിൻസ് എങ്ങനെയാണ് അവർ നേടിയെടുക്കാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ കേസ്. അതാണ് ഈ സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ദർ ആർ സം സോഴ്സസ് ഓഫ് ഗെയിൻസ്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻസ് നേടിയെടുക്കാൻ പറ്റും. ദെൻ ദർ ആർ ഡിറ്റർമിനൻസ് ഓഫ് ഗെയിൻസ്. അതിലാണ് നമ്മുടെ ടേംസ് ഓഫ് ട്രേഡ് വരുന്നത്, റെസിപ്രോക്കൽ ഡിമാൻഡ് വരുന്നത്, അതേപോലെ തന്നെ ഡിഫറൻസസ് ഇൻ കോസ്റ്റ് റേഷ്യോ, അതായത് രണ്ട് കൺട്രീസിലുള്ള സാധനങ്ങളുടെ പ്രൈസ്, അതായത് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റ് ഉണ്ട്, ആ കോസ്റ്റിന്റെ റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ഇംപ്രൂവ്മെന്റ് ഇൻ പ്രൊഡക്ടിവിറ്റി, ദെൻ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, ദെൻ സൈസ് ഓഫ് ദ കൺട്രി, നാച്ചർ ഓഫ് എക്സ്പോർട്ട് ഗുഡ്സ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി. ദെൻ ഗെയിൻസ് ഫ്രം ട്രേഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ ട്രഡീഷണൽ വ്യൂസ്. ട്രഡീഷണൽ വ്യൂവിൽ തന്നെ ആദ്യത്തെ റിക്കാർഡോന്റെ അപ്രോച്ചിൽ പറയുന്ന ഇറ്റ്സ് അബൌട്ട് റിഡക്ഷൻ ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പം ഗെയിൻസ് ഫ്രം ഇന്റർനാഷണൽ ട്രേഡ് അക്കോർഡിംഗ് ടു റിക്കാർഡോ പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ റിഡക്ഷൻ ഇൻ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. അതേസമയം മിൽസ് പറയുന്നത്, മില്ലിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ടേംസ് ഓഫ് ട്രേഡിലൂടെയാണ് ഗെയിൻസ് ഫ്രം ട്രേഡ് നേടിയെടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ദെൻ ട്രഡീഷണൽ വ്യൂവിൽ തന്നെ വരുന്നതാണ് ഇൻക്രീസിംഗ് റിയൽ ഇൻകം വിൽ ആൾസോ കോൺട്രിബ്യൂട്ട് ടു മെഷർ ലൈക്ക് ഗെയിൻ ഫ്രം ഇന്റർനാഷണൽ ട്രേഡ്. ദെൻ അതിൽ തന്നെ ഓരോരുത്തരുടെയും അപ്രോച്ച്, റിക്കാർഡോന്റെ അപ്രോച്ചിൽ എന്താ പറയുന്നത്, പ്രധാനമായിട്ടും ഇൻ ദ ടോട്ടൽ റിയൽ കോസ്റ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഗെയിൻസ്. അതായത് ടോട്ടൽ റിയൽ കോസ്റ്റ് ഏറ്റവും കുറവുള്ളത് ഏത് രാജ്യത്താണോ അവിടെയാണ് നമുക്ക് ട്രേഡ് കാണാൻ പറ്റുക. സോ ബേസിക്കലി നമ്മുടെ റിയൽ ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടുത്തെ അപ്രോച്ച്. ജെ എസ് മില്ലിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഡസ് ലൈക്ക് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എത്രയാണ് എക്സാക്ട് പൊസിഷൻ ഓഫ് ഗെയിൻസ് എന്താണെന്നുള്ളത് ജെ എസ് മില്ലാണ് ശരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് ചെയ്തിട്ടുള്ളത്, റെസിപ്രോക്കൽ ഡിമാൻഡും, റെസിപ്രോക്കൽ ഡിമാൻഡിൻ്റെതാണ് നമ്മുടെ ഓഫർ കർവ് എന്ന് പറയുന്നത്. ഈ ഓഫർ കർവിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ട് കൺട്രീസിന്റെ ഓഫർ കർവ് കൂട്ടിമുട്ടിയിട്ടുന്ന ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ടേംസ് ഓഫ് ട്രേഡ് കണ്ടെത്തുക. സോ ആ ടേംസ് ഓഫ് ട്രേഡിന്റെ കേസും അവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ റിയൽ ഇൻകം അപ്രോച്ച്. അപ്പം ഇൻകത്തിൽ ഉണ്ടാവുന്ന മാറ്റം, അപ്പം എങ്ങനെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ടിംഗ് ഗുഡ്സ് ഫ്രം അബ്രോഡിന് പകരം ഇഫ് ദ സെയിം ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് കൺസ്യൂംഡ് വിത്തിൻ ദ കൺട്രി ദെൻ ദ റിലേറ്റീവ് ലോസ് സഫേർഡ് ബൈ ദ കൺട്രി വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിസ് ഫോർ മെഷറിംഗ് ഗെയിൻസ് ഫ്രം ട്രേഡ്. ഇതാണ്, അതായത് റിയൽ ഇൻകത്തിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മുടെ ഇതിലേക്ക് അല്ലെങ്കിൽ ഗെയിൻസ് ഫ്രം ട്രേഡിലേക്ക് ഉണ്ടാകുന്നത്. റിയൽ ഇൻകം നമ്മുടെ കൂടിക്കഴിഞ്ഞാൽ വി വിൽ ബി എൻഗേജിങ് ഇൻ മോർ അല്ലെങ്കിൽ നമുക്ക് റിയൽ ഇൻകം കൂടുന്നു അല്ലെങ്കിൽ റിയൽ ഇൻകം കുറയുന്നു എന്ന് പറയുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും, ട്രേഡിൽ നിന്ന് ഗെയിൻ ആണ് ഉണ്ടായിട്ടുള്ളത്, ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കംസ് മോഡേൺ അപ്രോച്ച്. ഈ മോഡേൺ തിയറി ശരിക്കും ഗെയിൻസ് ഫ്രം ട്രേഡിനെ പ്രൊഡക്ഷന്റെ ബേസിസിലും അതേപോലെ തന്നെ ഗെയിൻസ് ഫ്രം കൺസംഷൻ, രണ്ട് ഗെയിൻസ് ആണ് പറയുന്നത് മോഡേൺ അപ്രോച്ചിൽ. ഒന്ന് ഗെയിൻസ് ഫ്രം പ്രൊഡക്ഷനും രണ്ട് എന്ന് പറയുന്നത് കൺസംഷനിലുമാണ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും അതിൽ വരുന്നത്. ദെൻ കംസ് സൈസ് ഓഫ് ദ കൺട്രി ആൻഡ് ഗെയിൻസ് ഫ്രം ട്രേഡ്. ഓരോ കൺട്രിയുടെ സൈസ് അല്ലെങ്കിൽ ഓരോ കൺട്രിയുടെയും എക്കണോമിക് സൈസ് എത്രയാണോ അതിനനുസരിച്ച് ഗെയിൻസ് ഉണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് ഒരു എക്കോണമി വെരി ഹൈ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ഉള്ള ഒരു കൺട്രി ആണെന്ന് വിചാരിക്കാം. നോർമലി അവരാണ് സൈസ് ഓഫ് ദ കൺട്രി കൂടുതലുള്ളത്. സോ ബേസിക്കലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദേ ഹാവ് മോർ സ്കോപ്പ് ഫോർ പ്രൊഡ്യൂസിങ് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ദേ ക്യാൻ ഗോ ഫോർ ട്രേഡ് ആൻഡ് ദേ വിൽ ഗെയിൻ മോർ ഫ്രം ട്രേഡ്. ദെൻ ഓഫർ കർവിനെ കുറിച്ചാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇതിനെയാണ് റെസിപ്രോക്കൽ ഡിമാൻഡ് കർവ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നത്. ഓഫർ കർവിന്റെ മെയിൻ എക്സ്പ്ലനേഷൻ തരുന്നത് ജെ എസ് മിൽ ആണ്, ഓർക്കുക. സോ ഓഫർ കർവ് എന്ന് പറയുന്ന സമയത്ത് ബേസിക്കലി പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു കൺട്രി ഇത്ര എമൗണ്ട് ഓഫ് സാധനം ഓഫർ ചെയ്യാണ്. സോ ലൈക്ക് ദേ ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം, ഇപ്പൊ രണ്ട് കൺട്രീസ് ഉണ്ട് വിചാരിക്കും, എ ബി എന്ന് പറഞ്ഞ രണ്ട് കൺട്രീസ് ഉണ്ട്. അപ്പം എ എന്ന് പറയുന്ന കൺട്രി എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നു ഫ്രം ബി. അതേസമയം ഈ എ എന്ന് പറയുന്ന കൺട്രിക്ക് ഈ ബിയിലേക്ക് കൊടുക്കാൻ എത്ര, അല്ലെങ്കിൽ ഹൗ മച്ച് ദേ വിൽ ഓഫർ ടു ഗെറ്റ് ദെയർ എക്സ്. അതാണ് ഓഫർ കർവിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ഈ പറയുന്ന, ഇതൊരു ഓഫർ കർവും ഇതൊരു ഓഫർ കർവുമാണ്. ഇത് രണ്ടും ലിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്കറിയാം ദർ ഈസ് എൻ ഇന്റർസെക്ഷൻ. ഈ ഇന്റർസെക്ഷനിലാണ് വി ക്യാൻ ഫൈൻഡ് ടേംസ് ഓഫ് ട്രേഡ്. ഈ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ്മെന്റും അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവുന്ന സമയത്താണ് വിൽ ഗോ ടു ഗെയിൻസ് ഫ്രം ട്രേഡ് എന്നുള്ളതാണ് ജെ എസ് മില്ലിന്റെ അപ്രോച്ചിൽ പറയുന്നത്. ദെൻ ടേംസ് ഓഫ് ട്രേഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് എ റേറ്റ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ഓഫ് വൺ കൺട്രി ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ദി ഗുഡ്സ് ഓഫ് അനദർ കൺട്രി. അതാണ് ആ പോയിന്റിൽ. കാരണം ഈ ഒരു രണ്ട് ഓഫർ കർവ് പറയുന്നത് ഹൗ മച്ച് എ കൺട്രി വിൽ എക്സ്പോർട്ട് ഓർ ഓഫർ ആൻഡ് ഹൗ മച്ച് ദേ വിൽ ഗെറ്റ്.
അത് രണ്ടും തമ്മിലുള്ള ഈ പോയിന്റിലാണ് ടേംസ് ഓഫ് ട്രേഡ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ടേംസ് ഓഫ് ട്രേഡിൽ തന്നെ ഡിഫറെന്റ് കൺസെപ്റ്റ്സും അതിന്റെ 7 ടൈപ്സും ഉണ്ട്. അതിൽ ഒന്നാമത്തെ നെറ്റ് ബാറ്റർ ടേംസ് ഓഫ് ട്രേഡ് ആണ്. ടോസിക് ഇക്വേഷൻ ഉണ്ട്. ദെൻ ഗ്രോസ് ടേംസ് ഓഫ് ട്രേഡും ടോസിക്കിൻ്റെതാണ്. അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻകം ടേംസ് ഓഫ് ട്രേഡ് ഉണ്ട്. അതിന്റെ ആൾക്കാർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൊറാൻസും സ്റ്റാക്കിലും ആണ്. ദെൻ അതിന്റെ ഇൻകം ടേംസ് ഓഫ് ട്രേഡിന്റെ ഇക്വേഷൻ ആണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ദെൻ സിംഗിൾ ഫാക്ടറൽ ടേംസ് ഓഫ് ട്രേഡ്, അതേപോലെ ഡബിൾ ഫാക്ടറൽ ടേംസ് ഓഫ് ട്രേഡ്, റിയൽ കോസ്റ്റ് ടേംസ് ഓഫ് ട്രേഡ് ആൻഡ് ഫൈനലി യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ്. ഇത്രയും 7 കൺസെപ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇതിനുള്ളത്. ഓക്കെ, അതിനെല്ലാം ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. മേ ബി യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ബേസിക്കലി, അല്ലെങ്കിൽ കൂടുതലും വരാറുള്ളത് ഒന്നുകിൽ നെറ്റ് ബാറ്റർ ടേംസ് ഓഫ് ട്രേഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻകം ടേംസ് ഓഫ് ട്രേഡിനെ കുറിച്ചോ ആണ് കൂടുതൽ എക്സാമിന് വന്നിട്ടുള്ളത്. ദറ്റ് ഡസൻ മീൻ ബാക്കിയുള്ള ഭാഗത്ത് നിന്ന് വരില്ല എന്നല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മാത്രം മതി. മെയിൻ ആയിട്ടും ഇതിന്റെ കോൺട്രിബ്യൂഷൻസ് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ നാലാമത്തെ അല്ലെങ്കിൽ സിംഗിൾ ഫാക്ടറിലും ഡബിൾ ഫാക്ടറിലും റിയൽ കോസ്റ്റും യൂട്ടിലിറ്റി ടേംസ് ഓഫ് ട്രേഡ് ഒക്കെ തന്നിട്ടുള്ളത് ജാക്കബ് വൈനർ ആണ്. സോ നെക്സ്റ്റ് ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ഇപ്പൊ നമ്മൾ മൾട്ടിപ്ലയർ പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ആ കൺസെപ്റ്റ് തന്നിട്ടുള്ളത് ഖാൻ ആണ്, ഹാറഫ് ഖാൻ. എംപ്ലോയ്മെന്റ് മൾട്ടിപ്ലയർ ആയിരുന്നു തന്നിരുന്നത്. പക്ഷെ ഫോറിൻ ട്രേഡിലേക്ക് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ മൾട്ടിപ്ലയറിന്റെ കണക്ഷൻസ് നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് എന്തുണ്ട്, ഈ മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ്പോർട്ടിൽ ഉണ്ടാവുന്ന മാറ്റം അല്ലെങ്കിൽ എത്രത്തോളം ചേഞ്ചസ് ഇൻ എക്സ്പോർട്ട് നമ്മുടെ ഇൻകത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് വി ഹാവ് MPS പ്ലസ് MPM, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ആൻഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു ഇമ്പോർട്ട്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഒരു ലൈക് മെയിൻ ആയിട്ടും കെയ്ൻസിന്റെ കൺസെപ്റ്റ് ഓഫ് ക്ലോസ്ഡ് ഇക്കോണമി മൾട്ടിപ്ലയർ നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആള് മിസ്റ്റർ ലെയ്റ്റൻ എന്ന് പറയുന്ന ആളാണ്. ആൻഡ് ഇതിനെ ചിലപ്പോൾ നമ്മൾ എക്സ്പോർട്ട് മൾട്ടിപ്ലയർ എന്നും വിളിക്കാറുണ്ട്. എയ്തർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫോറിൻ ട്രേഡ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ ഇൻ കേസ് എക്സ്പോർട്ട് മൾട്ടിപ്ലയർ എന്നാണ് വന്നതെന്നുണ്ടെങ്കിലും യു ഹാവ് ടു റിമെമ്പർ ഫോറിൻ ട്രേഡ് മൾട്ടിപ്ലയർ. ദെൻ ഇൻ കേസ് എന്തെങ്കിലും ഫോറിൻ റീപർക്കേഷൻസ് ഉണ്ട്, അതായത് താരിഫോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ലൈക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രിയുടെ ഏതെങ്കിലും ഒരു കൺട്രി കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്യും ബാക്കി ഉള്ള കൺട്രി ഡിസഡ്വാൻറ്റേജിലും പോകുന്ന സമയത്ത് there will be some repercussions. അങ്ങനത്തെ കേസിൽ വിൽ ബി ഹാവിങ് എ ഡിഫറെന്റ് മൾട്ടിപ്ലയർ വെർ ഇറ്റ് വിൽ ബി MPS 1 ഫസ്റ്റ് കൺട്രിയുടെ MPS-ഉം ഫസ്റ്റ് കൺട്രിയുടെ MPM-ഉം പ്ലസ് MPS ടു MP, അതായത് സെക്കൻഡ് കൺട്രിയുടെ MPS-ഉം സെക്കൻഡ് കൺട്രിയുടെ MPM-ഉം കൂടി അതിലേക്ക് ഇൻക്ലൂഡഡ് ആവും. ദെൻ ഇന്റർനാഷണൽ ട്രേഡിന്റെ തിയറീസിൽ നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ തിയറി ആയിട്ട് പറയാറുള്ളത് മെർക്കന്റിലിസം ആണ്. ആൻഡ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് പ്രഷ്യസ് മെറ്റൽസ് ആണ് മെർക്കന്റിലിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ ത്രൂ ഇൻഫ്ലോ ഓഫ് ഗോൾഡ് ആണ് യഥാർത്ഥത്തിൽ ഇവര് മെർക്കന്റിലിസം എപ്പോഴും പ്രൊമോട്ട് ചെയ്തിരുന്നത്. കാരണം മെർക്കന്റിലിസം ശരിക്കും പ്രൊമോട്ട് ചെയ്തിരുന്നത് എക്സ്പോർട്ടിനെ ആയിരുന്നു. അതേസമയം അവർ വിശ്വസിക്കുന്നത് ദർ വിൽ ബി മോർ ഇൻഫ്ലോ ഓഫ് ഗോൾഡ്, അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ്. ആൻഡ് മെർക്കന്റിലിസത്തിന്റെ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്പ് ചെയ്ത ആളാണ് ശരിക്കും തോമസ് മുൻ എന്ന് പറയുന്ന ആള്. ഇതിന്റെ ബുക്കിന്റെ പേരാണ് ഇംഗ്ലണ്ട്സ് ട്രഷർ ബൈ ഫോറിൻ ട്രേഡ് എന്നുള്ളത്. ദ മെർക്കന്റിലിസ്റ്റ് വ്യൂ ഓൺ ട്രേഡ്, മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് ഈസ് ഇമ്പോസിബിൾ. സോ ട്രേഡ് എന്ന് പറയുന്നത് എപ്പോഴും സീറോ സം ഗെയിം ആണ്. ആൻഡ് എക്കണോമിക് നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് കൂടി മെർക്കന്റിലിസത്തിലും ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ മെർക്കന്റിലിസത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എക്സ്പോർട്ട് മോർ, ഇമ്പോർട്ട് ലെസ് ആൻഡ് കളക്ട് ദ ബാലൻസ് ഇൻ ദ ഫോം ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ആൻഡ് ഇറ്റ് ഈസ് ദ സെൻസ് ഓഫ് ദ തിയറി. ആൻഡ് എപ്പോഴും they encouraged export in order to prevent trade deficit and experience trade surplus. സോ ബേസിക്കലി ഇവർ എപ്പോഴും പറയാറുള്ളത് എക്സ്പോർട്ട് കൂടുതൽ കിട്ടണം, അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂടിക്കഴിഞ്ഞാൽ നോർമലി എന്തുണ്ടാവും, നമ്മുടെ ഇൻഫ്ലോ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ അല്ലെങ്കിൽ ഇതിൽ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റൽസിന്റെ ഇൻഫ്ലോ കൂടുതലായിരിക്കും. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ട്രേഡ് സർപ്ലസും കൂടുതലായിരിക്കും. അതാണ് കൺട്രീസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവരുടെ മെയിൻ കൺസെപ്റ്റ് തന്നെ. ദെൻ ഇന്റർനാഷണൽ ട്രേഡിന്റെ ലോഞ്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആഡം സ്മിത്തോഡിന്റെ വരവോട് കൂടിയാണ്. വെൽത്ത് ഓഫ് നേഷൻസ് ബുക്ക് നിങ്ങൾക്ക് അറിയാം 1776-ലാണ്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കിന്റെ പേരാണ് തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ്. ഇദ്ദേഹത്തിന് തന്നെയാണ് ഫാദർ ഓഫ് കോൺഷ്യസ് ക്യാപിറ്റലിസം എന്നും വിളിക്കാറുള്ളത്. ദെൻ ആഡം സ്മിത്ത് 18th സെഞ്ചുറിയിൽ ഉള്ളൊരു എക്കണോമിസ്റ്റ് ആണ്, സ്കോട്ടിഷ് ആണ്. ആൻഡ് അതേ സമയത്ത് ട്രേഡ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ്, ഇപ്പം മെർക്കന്റിലിസത്തിലേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ടും അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്,
ഇറ്റ്സ് ആക്ച്വലി എ സീറോ സം ഗെയിം ആണെന്നാണ്. പക്ഷെ പോസിറ്റീവ് സം ഗെയിം ആയിട്ടാണ് ആഡം സ്മിത്ത് പറയുന്നത്. ലെസേഴ്സ് ഫെയറും ഓട്ടാർക്കിയും ലേബർ തിയറി ഓഫ് വാല്യൂ, ഇൻവിസിബിൾ ഹാൻഡ്, ദെൻ കൺസെപ്റ്റ് ഓഫ് GDP, ഇതെല്ലാം കൂട്ടിയിട്ടാണ് ആഡം സ്മിത്ത് ഇദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ട്രേഡിന്റെ കൺസെപ്റ്റുകൾ പറയുന്നത്. ആൻഡ് അതിന്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡിലേക്ക് എത്തുക എന്നുള്ളതിനെ കുറിച്ച് ഇദ്ദേഹത്തിന്റെ ബുക്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു തിയറി കൊണ്ടുവന്നിരുന്നു. ദാറ്റ് ഈസ് തിയറി ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ബൈ ആഡം സ്മിത്ത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഏത് കൺട്രിക്കാണോ പ്രൊഡക്ഷന്റെ മുകളിൽ ഏറ്റവും അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത്, ഏത് കൺട്രിയാണോ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, ആ കൺട്രി വിൽ ഫോക്കസ് ഓൺ ദെയർ പ്രൊഡക്ഷൻ. അതേസമയം ഇവർ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ രണ്ട് കൺട്രീന്റെ കേസ് പറയുമ്പോൾ രണ്ട് കൺട്രിക്കും ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിന്റെ മുകളിൽ അഡ്വാൻറ്റേജ് ഉണ്ടാവും. സോ ആ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കിയിട്ടാണ് അവിടെ ചെയ്യുക. പക്ഷെ ചില കേസുകളിൽ എന്തുണ്ടാവും, അത് അവിടെയാണ് നമുക്ക് റിക്കാർഡോന്റെ കൺസെപ്റ്റും കൂടി ഇതിനെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ബിക്കോസ് റിക്കാർഡോ പറയുന്നത് എല്ലാ കേസിലും രണ്ട് കൺട്രിയുടെയും അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് സെയിം ആയിക്കോണമെന്നില്ല. ചില കേസിൽ രണ്ട് കമ്മോഡിറ്റി, എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ ഈ രണ്ട് കമ്മോഡിറ്റിന്റെ മുകളിലും എ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് മാത്രമായിരിക്കും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത്. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജും ആണ്. സോ ഇതിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് കൺട്രിക്കാണോ കൂടുതൽ കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് കുറവുള്ളത്, ആ സാധനത്തിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുകയും അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ട്രേഡിൽ ഫോക്കസ് സ്പെഷ്യലൈസ് ചെയ്യുകയും ചെയ്യണം എന്നാണ് ഇതിലൂടെ ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. സോ ഇവിടെ നമ്മൾ സ്മിത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, ട്രേഡ് ഈസ് പോസിബിൾ ഓൺലി വെൻ ഡിഫറെന്റ് കൺട്രീസ് ഹാവ് അഡ്വാൻറ്റേജ്. ബട്ട് ഇവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജിൽ പറയുന്നത്, ഈവൻ ഡിഫറെന്റ് കൺട്രീസിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഒരേ കൺട്രിക്ക് തന്നെയാണ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് ഉണ്ടെങ്കിൽ പോലും അവിടെയും നമുക്ക് ട്രേഡിലേക്ക് എത്താം, ഓൺലി വെൻ വി കമ്പയർ ദ കോസ്റ്റ് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ കൺസെപ്റ്റ്. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി, ഇതാണ് ഹെബർലറിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഹി അറ്റംപ്റ്റഡ് ടു റീസ്റ്റേറ്റ് ദ കമ്പാരിറ്റീവ് കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് നമ്മുടെ ഈ കമ്പാരിറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്ന കാര്യമില്ലേ, കൺസെപ്റ്റ് ഉണ്ടല്ലോ, രണ്ട് കൺട്രിയുടെ അല്ലെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് കൺട്രി ഉണ്ടെങ്കിൽ ഈ രണ്ട് കൺട്രിയുടെയും കോസ്റ്റുകൾ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റിക്കാർഡോന്റെ കൺസെപ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ, അതേ കൺസെപ്റ്റിനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യാണ് ഹെബർലർ ചെയ്തിരുന്നത്. സോ അവിടെ ഇയാൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഏതിലാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കുറവുള്ളത്, അതിൽ നിന്ന് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് പോവാ, ട്രേഡിലേക്ക് പോവാ എന്നുള്ളതാണ്. ദെൻ കംസ് തിയറി ഓഫ് റെസിപ്രോക്കൽ ഡിമാൻഡ്, JS മില്ലിൻ്റെതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫർ കർവ് വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഓഫർ കർവ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദറ്റ് എത്രത്തോളം ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു കൺട്രി അവരുടെ കൺട്രിയിലേക്ക് ഇമ്പോർട്ട് വരുന്നതിൽ എത്രത്തോളം തിരിച്ചു ഓഫർ ചെയ്യുന്നുണ്ട്, അതാണ് ഓഫർ കർവിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ കംസ് വൺ ഓഫ് ദ മേജർ, ഓർ എന്താ പറയുക, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഫാക്ടർ എൻഡോമെന്റ് തിയറി, അല്ലെങ്കിൽ റിലേറ്റീവ് ഫാക്ടർ എൻഡോമെന്റ് തിയറി എന്നോ അല്ലെങ്കിൽ എക്ഷർ ഓലിൻ തിയറിയോ എന്ന് വിളിക്കുന്നത്. അപ്പം എക്ഷറും ഓലിനും ചേർന്നിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുന്നതായിരിക്കും. മെയിൻ ആയിട്ടും ഇവർ പറയുന്ന രണ്ട് കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഫാക്ടർ എൻഡോമെന്റ്സും അതേപോലെ തന്നെ രണ്ടാമത്തത് ഫാക്ടർ അബണ്ടൻസും ആണ്. ഓക്കെ, ഫാക്ടർ അബണ്ടൻസ് ഈ രണ്ട് കേസിന്റെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഓരോ കൺട്രിക്കും എന്തുകൊണ്ട് ചില സാധനങ്ങളുടെ പ്രൊഡക്ഷന്റെ മുകളിൽ കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാവുന്നു, വൈ ദാറ്റ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എക്സിസ്റ്റ് എന്നുള്ളതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് എക്ഷറോലിൻ തിയറി വരുന്നത്. സോ അതിന് അവർ കണ്ടെത്തിയിട്ടുള്ള സൊല്യൂഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫാക്ടർ എൻഡോമെന്റ് ആൻഡ് ഫാക്ടർ അബണ്ടൻസ്. സോ ഒരു കൺട്രിയിൽ കൂടുതലായിട്ടുള്ളത് ക്യാപിറ്റൽസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആണ് ഒരു കൺട്രിയിൽ കൂടുതൽ ഉള്ളതുണ്ടെങ്കിൽ, അവരെന്ത് ചെയ്യും, ഈ ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്യുകയും, അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സുകൾ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് വൺസ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടുതലായി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ക്യാപിറ്റൽ പ്രൊഡക്ഷൻ എന്താണോ പ്രൊഡക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ എന്താണോ ആ ക്യാപിറ്റല്, ആ സാധനം കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുകയും അതേ സമയത്ത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവർ ഇമ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കൺസെപ്റ്റ്. നേരെ തിരിച്ച് നമ്മൾ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലേബർ ആണ് കൂടുതലായിട്ടുള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ അവർ കൂടുതലും ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷനിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്റ്റുകൾ, ലേബർ ഇന്റൻസീവ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, അവർ കൂട്ടും. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് അവരുടെ ട്രേഡ് എന്ന് പറയുന്നത്
മെയിൻ ആയിട്ടും എക്സ്പോർട്ട് എന്ന് പറയുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ളതും ഇമ്പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ളതും ആയിരിക്കും. സോ ഇതാണ് ബേസിക്കലി ഉള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ അസംഷൻസ് നോക്കണേ. പ്രധാനമായിട്ടും അസംഷൻസിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദേ പ്രൊഡ്യൂസ്ഡ് അണ്ടർ കോൺസ്റ്റന്റ് ടെൻഡ് ടു സ്കെയിൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. ദേ പ്രൊഡ്യൂസ് ബേസ്ഡ് ഓൺ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ. ചിലപ്പോൾ ഓപ്ഷനിൽ തരാം അവരെന്തെന്ന്, ഇൻക്രീസിംഗ് എന്ന് തരാം അല്ലെങ്കിൽ ഡിക്രീസിംഗ് തരാം. അപ്പം അവിടെ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോരുത്. ഈ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൻലി കോൺസ്റ്റന്റ് സ്കെയിലിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ദർ ഈസ് ഇൻകംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ ഇൻ ബോത്ത് നേഷൻസ്. സ്പെഷ്യലൈസേഷൻ ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ. ആൻഡ് ഗുഡ്സ് മാർക്കറ്റിന്റെ കേസിലും അതേപോലെ തന്നെ ഫാക്ടറി മാർക്കറ്റിന്റെ കേസിലും ദർ എക്സിസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കണേ. അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫാക്ടർ മൊബിലിറ്റി ഉണ്ട്, ബട്ട് നോ ഇന്റർനാഷണൽ ഫാക്ടർ മൊബിലിറ്റി. അതായത് നാഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വിത്തിൻ നാഷൻ വി ഹാവ് ഫാക്ടർ മൊബിലിറ്റി, പെർഫെക്റ്റ് ഫാക്ടർ മൊബിലിറ്റി. പക്ഷെ ഇന്റർനാഷണൽ ഫാക്ടർ മൊബിലിറ്റി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഇത്. കാരണം നമുക്കറിയാം, ഒരു കൺട്രിയിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫാക്ടർ മൊബിലിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ്, അവിടെ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ നടത്താൻ പറ്റില്ല. ആൻഡ് ദ തിയറി വോണ്ട് വർക്ക് ദെയർ. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല, താരിഫ് ഇല്ല. അതേപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിനെ ഒബ്സ്ട്രക്ട് ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള വേരിയബിളും ഇല്ല. അത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. ദെൻ ഫാക്ടർ ഇന്റൻസിറ്റിയും ഫാക്ടർ അബണ്ടൻസും. ഫാക്ടർ ഇന്റൻസിറ്റി ഈസ് ബേസ്ഡ് ഓൺ അവരുടെ എന്താ പറയുക, ഓരോ ഫാക്ടേഴ്സിന്റെ, അല്ലെങ്കിൽ ലേബറിന് നമുക്ക് വേജ്, അതേപോലെ ക്യാപിറ്റലിന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട് ഫാക്ടർ പേയ്മെന്റ്സ് ആയിട്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഫാക്ടർ ഇന്റൻസിറ്റി പറയുന്നത്. ഫാക്ടർ അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൺട്രിയിലും കൂടുതലായിട്ടുള്ള ഫാക്ടർ ഏതാണോ അതിനടിസ്ഥാനത്തിലാണ് പറയുന്നത്. ദെൻ ലിയോൻഡീഫ് പാരഡോക്സ് ആണ് അടുത്ത് വരുന്നത്. അതിൽ വെസ്ലി ലിയോൻഡീഫ് ആണ് 1953 ഇത് നടത്തുന്നത്. ആൻഡ് ഇവർ ചെയ്തത് എച്ച്ഒ തിയറിന്റെ ഒരു എംപാരിക്കൽ അനാലിസിസ് ആണ് ഇവർ നടത്തുന്നത്. എച്ച്ഒ തിയറി ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയവരാണ് ഈ പറയുന്ന ലിയോൻഡീഫ് എന്ന് പറയുന്നത്. സോ 1953 നടത്തുകയാണ് ചെയ്തിരുന്നത്. ആൻഡ് ഹി യൂസ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ്. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർ ചെക്ക് ചെയ്ത സമയത്ത് ഈ ഐഡന്റിഫൈഡ് an opposite reaction when it comes to, ഇപ്പൊ നമ്മൾ യു എസിന്റെ കേസിലാണ് ഡിസ്കസ് ചെയ്തത്. ആൻഡ് വി നോ ദാറ്റ് യു എസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷെ എന്നിരുന്നാലും in spite of being most capital rich post World War II country was actually exporting labor intensive commodities and importing capital intensive commodities. നേരെ ഓപ്പോസിറ്റ്. യു എസ് ഒരു ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി ആണെങ്കിൽ പോലും യു എസ് എന്താ ചെയ്യുന്നത്, യു എസ് ഈസ് എക്സ്പോർട്ടിംഗ് മോർ ഓഫ് ലേബർ ഇന്റൻസീവ് പ്രൊഡക്ട്സ്. അതേസമയം യു എസ് ഈസ് ഇമ്പോർട്ടിംഗ് ദ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രൊഡക്ട്സ്. അതാണ് ലിയോൻഡീഫിന്റെ കണ്ടെത്തലായിട്ട് വന്നിരുന്നത്. ദെൻ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം. ഇവിടെ നമ്മൾ പോളി സാമുൽസൺ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ ഓർക്കുക. ദെൻ ഇവിടെ അവർ പറയുന്നത് പ്രൈസസ് ഓഫ് ഐഡന്റിക്കൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് വേജ് റേറ്റ് ഓർ ദ റെന്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഈക്വലൈസ്ഡ് അക്രോസ് കൺട്രീസ് ആസ് എ. അപ്പം ഇന്റർനാഷണൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ there will be an equalization of price. എന്തിന്റെ പ്രൈസാ ഉദ്ദേശിക്കുന്നത്, ഓരോ ഫാക്ടേഴ്സിന്റെയും പ്രൈസ്. അതായത് നമ്മൾക്ക് ലേബറിന് എന്തുണ്ട്, വേജ് ഉണ്ട്. അതേസമയം ക്യാപിറ്റലിന് എന്തുണ്ട്, റെന്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നോർമലി എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. സോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈക്വൽ ആയി മാറും. അപ്പൊ എ എന്ന് പറയുന്ന കൺട്രിയും ബി എന്ന് പറയുന്ന കൺട്രിയും ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ എ പോയിന്റ് ഈ പറയുന്ന വേജ് ഇൻ എ എന്ന് പറയുന്ന കൺട്രി വിൽ ബി ഈക്വൽ ടു വേജ് ഇൻ ബി എന്നുള്ള രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറത്തിന്റെ മെയിൻ കൺസെപ്റ്റ്. ദെൻ സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്റ്റോൾപ്പർ സാമുവൽസണ് ഇന്റർനാഷണൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത് ആ കൺട്രിയിലെ സ്കേഴ്സ് ഫാക്ടർ ഏതാണോ. കാരണം നമുക്ക് ഇവിടെ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷനിൽ പറഞ്ഞ എന്താണ്, ദർ വിൽ ബി ആൻ ഈക്വലൈസേഷൻ, അല്ലെങ്കിൽ ആഫ്റ്റർ ഇന്റർനാഷണൽ ട്രേഡ് ദർ വിൽ ബി ആൻ എന്താ പറയുക, ഒരു ഈക്വലൈസേഷൻ ഉണ്ടാവും. എന്തിന്റെ കേസിലാണ്, ഈക്വൽ വേജസ് ഉണ്ടാവും എന്നുള്ളതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഈ ഈക്വൽ വേജസ് ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ബെനിഫിറ്റിംഗ് ദ സ്കേഴ്സ് ഫാക്ടർ എന്നുള്ളതാണ് സ്റ്റോൾപ്പർ സാമുവൽസണിന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ പറയുന്നത്. ആൻഡ് വൺ മോർ തിങ്, സ്റ്റോൾപ്പർ സാമുവൽസൺ തിയറം മെയിൻലി പറയുന്നത് താരിഫിന്റെ ഇമ്പോസിഷനോട് കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.
ദെൻ ഇതിന് ശേഷം പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് മെറ്റ്സ്ലറിന്റെ പാരഡോക്സ്. മെറ്റ്സ്ലറിൻ്റെത് സ്റ്റോൾബർ സാമുവൽസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പറയുന്നത്. ആൻഡ് എഫക്ട് ഓഫ് താരിഫ് ഓൺ ഡൊമസ്റ്റിക് പ്രൈസ് ആണ് മെയിൻ ആയിട്ടും പറയുന്നത്. ആൻഡ് അബണ്ടന്റ് ഫാക്ടർ ഏതാണോ അതിനാണ് ബെനിഫിറ്റ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നോർമലി വേജ് എന്ന് പറയുന്നത് എന്താണ്? താഴേക്ക് ഒരിക്കലും പോകുന്ന ഒരു കാര്യമല്ല, മറിച്ച് വേജ് ഈസ് ഓൾവേസ് സംതിങ് വിച്ച് ഇൻക്രീസസ്. സോ ബേസിക്കലി എന്താ സംഭവിക്കുക? ഇപ്പം അബണ്ടന്റ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ലേബർ ആണ് അബണ്ടന്റ്. ഇന്ത്യന്റെ ബേസ് എന്ന് പറയുന്നത് വി ഹാവ് ചീപ്പ് ലേബർ, വിച്ച് മീൻസ് നമ്മുടെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവാണ്, ബിക്കോസ് വി ഹാവ് മോർ ലേബർ. സോ അങ്ങനത്തെ കേസിൽ നോക്കുമ്പോൾ മറ്റേ കൺട്രിയിലേക്ക് ഇന്റർനാഷണൽ ട്രേഡിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ദർ വിൽ ബി ഈക്വലൈസേഷൻ ഓഫ് വേജസ്. അപ്പൊ വേജ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഈ ലേബർ സ്കേസ് ആയിട്ടുള്ള കൺട്രീനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേബർ കുറവായതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ ബേസിക്കലി ഈ അബണ്ടന്റ് ആയിട്ടുള്ള കൺട്രിക്കാണ് ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മെർസ്ലറിന്റെ പാരഡോക്സിൽ പറയുന്നത്. സോ അതാണ് അവിടുത്തെ കൺസെപ്റ്റ്. ദെൻ റിബ്സിൻസ്കി തിയറി ആണ് അടുത്ത് പറയുന്നത്, 1955 വന്നതാണ്. ആൻഡ് അറ്റ് എ കോൺസ്റ്റന്റ് കമ്മോഡിറ്റി പ്രൈസസ് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ one factor will increase by a greater proportion the output of the commodity intensive in that fact. ഇപ്പൊ ഈ റിബ്സിൻസ്കി തിയറിയിൽ ഇതേ നമ്മൾ പറഞ്ഞ സ്റ്റോൾബർ സാമുവൽസിന്റെയും ബാക്കി ഇന്റർനാഷണൽ ട്രേഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ പോകുന്നത് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന ഒരു ഇൻക്രീസ് ആണ്. ആൻഡ് ഔട്ട്പുട്ടിനാണ് വലിയ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് റിബ്സിൻസ്കിയുടെ മെയിൻ ഐഡിയ. സോ കോൺസ്റ്റന്റ് കമ്മോഡിറ്റി പ്രൈസ് ആണ്, ആൻഡ് an increase in the quantity of one factor will increase the output. അതാണ് മെയിൻ കൺസെപ്റ്റ്. ഏതെങ്കിലും ഒരു കൺട്രിയിൽ ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇൻക്രീസ് ദ ഔട്ട്പുട്ട് യൂസിങ് ദാറ്റ് ഫാക്ടർ ഇൻ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ആൻഡ് വിൽ റെഡ്യൂസ് ഔട്ട്പുട്ട് ഓഫ് അതർ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ കേസ് നോക്കുക. സ്റ്റോൾബർ സാമുവൽസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ എഫക്ട് ഓഫ് താരിഫ് ആണ് പറയുന്നത്. മറ്റേതിൽ എഫക്ട് ഓഫ് താരിഫിന്റെ ബേസിൽ തന്നെ മെറ്റ്സ്ലർ പാരഡോക്സിൽ പറയുന്നത് കൂടുതലായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത് ഏതാണോ അബണ്ടന്റ് ഫാക്ടർ അവർക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവാൻ പോകുന്നത്. ദെൻ റിബ്സിൻസ്കിയുടെ കൺസെപ്റ്റിലേക്ക് വന്ന സമയത്ത് അബണ്ടന്റ് ആയിട്ടുള്ള ഏത് ഫാക്ടർ ആണോ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് കൂടുകയും അതേസമയം ഏതാണോ സ്കേസ് ആയിട്ടുള്ള ഫാക്ടർ അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് കുറയുകയും ചെയ്യും എന്നുള്ളതാണ്. സോ ഔട്ട്പുട്ടിലേക്ക് ലിങ്ക് ചെയ്യാണ് റിബ്സിൻസ്കി ചെയ്തത്. ദെൻ പ്രബീഷ് സിംഗർ ടേംസ് ഓഫ് ട്രേഡിൽ ഉണ്ടാവുന്ന ഒരു സെക്യുലർ ഡിറ്റീരിയോറേഷൻ ആണ് ടേംസ് ഓഫ് ട്രേഡ് പ്രബീഷ് സിംഗർ ഹൈപ്പോത്തസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ പ്രബീഷ് 1950, ഹാൻസ് സിംഗർ 1950 ഈ പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ആൻഡ് ദേ ആർഗ്യൂസ് ദാറ്റ് ദ പ്രൈസ് ഓഫ് പ്രൈമറി കമ്മോഡിറ്റീസ് ഡിക്ലൈൻസ് റിലേറ്റീവ് ടു ദ പ്രൈസ് ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ് ഓവർ ദ ലോങ് ടേം, വിച്ച് കോസസ് ദ ടേംസ് ഓഫ് ട്രേഡ് ഓഫ് പ്രൈമറി. അതായത് നമുക്കറിയാം, ഇപ്പൊ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിന് കൂടുതലായിട്ടും പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കുക എന്തിലായിരിക്കും? പ്രൈമറി പ്രൊഡക്ട്സിന്റെ കേസിലായിരിക്കും, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിലും. ദെൻ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിലായിരിക്കും? നമുക്കറിയാം സെക്കൻഡറി പ്രൊഡക്ട്സുകളാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രൊഡക്ട്സുകളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഓവർ ലോങ് ടൈം നോർമലി എന്തുണ്ടാവും? ടേംസ് ഓഫ് ട്രേഡിന്റെ ഈ പ്രൈമറി പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കൺട്രീസിന്റെ ടേംസ് ഓഫ് ട്രേഡ് ഡിറ്റീരിയോറേറ്റ് ചെയ്യുകയും സെക്കൻഡറിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. സോ ടേംസ് ഓഫ് ട്രേഡ് ഇംപ്രൂവൈസേഷൻ ആണ് സെക്കൻഡറി സെക്ടറിൽ ഉണ്ടാവുക. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള തിയറിയാണ് പ്രബീഷ് സിംഗർ ഹൈപ്പോത്തസിസ്. അതിന് 3 റീസൺസ് ആണ് ഇവർ പറയുന്നത്. ഒന്ന്, ഡിഫറൻസ് ഇൻ ദ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ നമുക്കറിയാം ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ആൾക്കാരുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന സാധനങ്ങൾ പ്രൈമറി ഗുഡ്സിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. പ്രൈമറി ടു സെക്കൻഡറി കമ്മോഡിറ്റീസിലേക്കുള്ള ഷിഫ്റ്റ് കൂടുതലായിട്ട് വരും. സോ അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആണ് രണ്ടാമത്തെ പറയുന്നത്. ആൻഡ് മൂന്നാമത്തത് മൊണോപ്പൊളി പവർ. ഈ 3 റീസൺസ് ആണ് പ്രബീഷ് സിംഗർ സെക്യുലർ ഡിറ്റീരിയോറേഷൻ ഓഫ് ടേംസ് ഓഫ് ട്രേഡിന്റെ കാര്യമായിട്ട് പറയുന്നത്. ദെൻ കംസ് മിസറൈസിംഗ് ഗ്രോത്ത്. ജഗദീഷ് ഭഗവതിയാണ് 1958. ദെൻ എക്കണോമിക് ഗ്രോത്ത് കുഡ് റിസൾട്ട് ഇൻ എ കൺട്രി ബീയിങ് വേഴ്സ് ഓഫ് ദാൻ ബിഫോർ ദ ഗ്രോത്ത്. ഈ ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് പോവുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് കൺസെപ്റ്റ് പറയുന്നത്. ആൻഡ് ദ കേസ് വേർ ആൻ അൺഫേവറബിൾ TOT, അതായത് TOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേംസ് ഓഫ് ട്രേഡ് എഫക്ട് ഓവർവെൽംസ് ഈവൻ എ ഫേവറബിൾ വെൽത്ത് എഫക്ട് ആൻഡ് ലീഡ്സ് ടു എ ഡിക്ലൈൻ ഇൻ നാഷൻസ് വെൽഫെയർ. അതായത് വൺസ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ
ആ ഗ്രോത്തിന്റെ എഫക്റ്റ് കൺട്രിയുടെ വെൽഫെയറിൽ കുറവായിരിക്കും. സോ ദർ വിൽ ബി ഡിക്ലൈൻ ഇൻ നാഷൻസ് വെൽഫെയർ. കാരണം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രം നോക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്കറിയാം ദാറ്റ് വിൽ നോട്ട് ബി ബെനിഫിറ്റിംഗ് ഹ്യൂജ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഇപ്പൊ ഇന്ത്യ പോലെയുള്ള ഒരു കൺട്രീനെ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. എക്കണോമിക് ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് എല്ലായിടത്തും എത്തിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അടുത്ത് പറയുന്ന ഡച്ച് ഡിസീസ് ആണ്. നെതർലാൻഡ്സിന്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത്. ട്രേഡഡ് ഗുഡ് സെക്ടറിന്റെ ബൂമ് ലൈക്ക് അതർ ട്രേഡഡ് ഗുഡ്സ് സെക്ടറിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡഡ് സെക്ടറിന്റെ ബൂമ് മറ്റുള്ള ട്രേഡ് ഗുഡ് സെക്ടറിന്റെ ഡിക്ലൈനിന് കാരണമാവുന്നതാണ് ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത്. And അതിന് റീസൺ പറഞ്ഞത്, അപ്രിസിയേഷൻ ഓഫ് കറൻസി ഉണ്ടാവുന്ന സമയത്ത് ദർ വിൽ ബി ഇമ്പോർട്ട് വിച്ച് ഇൻക്രീസസ് ആൻഡ് ഫൈനലി എക്സ്പോർട്ട് വിൽ ബി ഡിക്ലൈനിങ്. നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിന്റെ മുകളിൽ എന്താണ് ബൂം ഉണ്ടാവുന്നു ഒരു കാര്യത്തിന്റെ മുകളിൽ. സോ ബേസിക്കലി അപ്രിസിയേഷൻ ഓഫ് കറൻസി ഉണ്ടാവും. സോ വൺസ് അപ്രിസിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ, ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയും എക്സ്പോർട്ട് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. സോ ബേസിക്കലി വൺ ട്രേഡഡ് ഗുഡ് സെക്ടറിനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അത് ബെനിഫിറ്റ് ആവുന്ന സമയം തന്നെ ബാക്കിയുള്ള ട്രേഡഡ് ഗുഡ് സെക്ടറുകൾ അതിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് ഡച്ച് ഡിസീസ് എന്ന് പറയുന്നത്. ദെൻ കംസ് ന്യൂ ട്രേഡ് തിയറീസ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ട്രേഡിന്റെ ഒരു പ്രധാനപ്പെട്ട പോർഷനിൽ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് ന്യൂ ട്രേഡ് തിയറി എന്ന് പറയുന്ന സമയത്ത് എക്കണോമീസ് ഓഫ് സ്കെയില്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇതേപോലുള്ള കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ബിഫോർ അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ക്ലാസിക്കൽ തിയറീസ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ന്യൂ ട്രേഡ് തിയറീസ് ശരിക്കും ട്രൈ ചെയ്തത്. ആൻഡ് ഇത് മെയിൻ ആയിട്ടും ഇത് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1970s ഏർലി 1980s ആയിരുന്നു. ദെൻ ലെസ് ക്വാണ്ടിറ്റേറ്റീവ് ഫോംസ്, അതിന്റെ തന്നെ ചെറിയ ഫോമുകളാണ് ഇൻഫാൻ ഇൻഡസ്ട്രി എല്ലാം. നിങ്ങൾ ഇൻഫാൻ ഇൻഡസ്ട്രി കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു കൺട്രി പുതിയതായിട്ട് വരുന്ന ഇൻഡസ്ട്രീസിനെയാണ് ഇൻഫാൻ ഇൻഡസ്ട്രീസ് എന്ന് പറയാം. അപ്പം അവർക്ക് കൂടുതലായിട്ടും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലേക്കായിരിക്കണം എക്കോണമി നീങ്ങേണ്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഇൻഫാൻ ഇൻഡസ്ട്രി ആർഗ്യുമെന്റിൽ പറയാറുള്ളത്. സോ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് ആദ്യം ഇവിടെ പറയുന്നത്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം കൂടുതലായിട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ഔട്ട്പുട്ട് ഇൻപുട്ട് കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഇൻപുട്ടിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസിനേക്കാൾ കൂടുതൽ എന്താണ് ഔട്ട്പുട്ടിൽ ഇൻക്രീസ് ഉണ്ടാവുന്നതാണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് ഓൾ ഇൻപുട്സ് ആർ ഡബിൾ, ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ഡബിൾ. അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദിൽ ബി എ ലാർജ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. സോ അതുണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ ഓഫ് മോർ സ്പെഷ്യലൈസ്ഡ് ആൻഡ് പ്രൊഡക്റ്റീവ് മെഷീനറിയിലേക്ക് നീങ്ങാൻ പറ്റും. ആൻഡ് ഈ കൺസെപ്റ്റ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് ആൻഡ്ലിയറും ട്രഫ്ലറും ആയിരുന്നു. തേർഡ് ഓഫ് ഓൾ ഗുഡ്സ് പ്രൊഡ്യൂസിംഗ് ഇൻഡസ്ട്രീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. സോ എക്കണോമീസ് ഓഫ് സ്കെയിൽ വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ എന്നുള്ളതാണ് മെയിൻ ആയിട്ടും ഇന്റർനാഷണൽ ട്രേഡിലുള്ള ഒരു എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും ഇന്റർനാഷണൽ ട്രേഡും തമ്മിലുള്ളതിലാണ് നമുക്ക് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ലങ്കാസ്റ്റർ, ക്രൂഗ്മാൻ, അലൻ ഇവരാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സ്പെഷ്യലൈസേഷൻ ഉണ്ടാകുന്ന സമയത്ത് ദർ വിൽ ബി മോർ വെറൈറ്റീസ് ആൻഡ് സ്റ്റൈൽ, മോർ ചോയ്സസ് വിൽ ബി ദർ വിത്ത് ലോ കോസ്റ്റ് ആൻഡ് ദർ വിൽ ബി ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. സോ അങ്ങനെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ബെലാസ വിച്ച് ഈസ് അൻ ഹംഗേറിയൻ ആണ് ഈ പറയുന്ന ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിന്റെ ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് ദ ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് ഓർക്കണം, ബിക്കോസ് മേ ബി എക്സാമിന് ചോദിക്കാം. എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഇത് കാണിച്ചിട്ട് നമുക്ക് 1 - x - m ഡിവൈഡഡ് ബൈ x + m മുകളിലത്തെ മോഡുലസ് ആണെന്നുള്ള ഓർക്കുക കേട്ടോ. ദെൻ ട്രേഡ് ബേസ്ഡ് ഓൺ ഡൈനാമിക് ടെക്നോളജിക്കൽ ഡിഫറൻസസ്. ഈ പറയുന്ന കാര്യം പ്രധാനമായിട്ടും സെപ്പറേറ്റ് ഡിറ്റർമിനന്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആയിട്ടാണ് ഡൈനാമിക് ചേഞ്ചിന് എടുക്കുന്നത്. ആൻഡ് ദീസ് ആർ എക്സാമിൻഡ് ബൈ ടെക്നോളജിക്കൽ ഗ്യാപ്പ് ആൻഡ് പ്രൊഡക്റ്റ് സൈക്കിൾ മോഡൽസ്. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇമിറ്റേഷൻ തിയറി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഗ്യാപ്പ് തിയറി എന്ന് പറയുന്നത് പോസ്നർ 1961 കൊണ്ടുവന്ന തിയറിയാണ്. ആൻഡ് ഇവിടെ എ ഫേം എക്സ്പോർട്സ് എ ന്യൂ പ്രൊഡക്റ്റ് അണ്ടിൽ ലിമിറ്റേറ്റേഴ്സ് ഇൻ അതർ കൺട്രീസ്. അപ്പം ടെക്നോളജിക്കൽ ഗ്യാപ്പ് തിയറി അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഗ്യാപ്പ് തിയറി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്.
അതേസമയം നിങ്ങൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഡിമാൻഡ് ലാഗും രണ്ട് ഇമിറ്റേഷൻ ലാഗും ആണ്. സോ ഇവിടെ ടെക്നോളജിക്കൽ ഗ്യാപ്പ് മോഡലിൽ അവർ മെയിൻ ആയിട്ട് പറയുന്നത്, ഒരു ഫേം ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ദി വിൽ കണ്ടിന്യൂ പ്രൊഡ്യൂസിങ് ദ ന്യൂ പ്രൊഡക്റ്റ് അൺടിൽ ഇമിറ്റേറ്റേഴ്സ് ഇൻ അതർ കൺട്രീസ് ടേക്ക് അവേ ഇറ്റ്സ് മാർക്കറ്റ്. മറ്റുള്ള കൺട്രീസിലുള്ള ആൾക്കാർ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരെ. സോ ദർ വിൽ ബി എ ലാഗ് ഇൻ ദിസ്. ഓക്കെ. സോ ഈ പറയുന്ന മറ്റുള്ള കൺട്രി എടുക്കുന്നതിന്റെ ആ സമയത്ത് വരുന്ന ഒരു ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ഗ്യാപ്പ് ഉണ്ട്. അത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒന്ന് ഡിമാൻഡ് ലാഗും രണ്ട് ഇമിറ്റേഷൻ ലാഗും ആണ്. സോ ഡിമാൻഡ് ലാഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ടൈം ബിറ്റ്വീൻ എ ന്യൂ ഓർ ആൻ ഇംപ്രൂവ്ഡ് പ്രൊഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വൺ കൺട്രി ആൻഡ് ദ ടൈം വെൻ കൺസ്യൂമർ ഇൻ അതർ കൺട്രി സ്റ്റാർട്ട് ഡിമാൻഡിങ് ഇറ്റ്. അതായത് ഒരു കൺട്രി ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും ഒരു പുതിയൊരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റൊരു കൺട്രി അതൊരു ഡിമാൻഡിലേക്ക് എത്തുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിനെയാണ് ഡിമാൻഡ് ലാഗ് എന്ന് പറയാ. ഇമിറ്റേഷൻ ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈം ഓഫ് പ്രൊഡക്ഷന്റെ സമയം മുതൽ വേറൊരു കൺട്രിയിൽ വേറൊരാൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇമിറ്റേഷൻ ഗ്യാപ്പ് എന്ന്, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ലാഗ് എന്ന് പറയുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് തിയറി വരുന്നത്. ദെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറി റെയ്മണ്ട് വേർണൻ ആണ് 1966 കൊണ്ടുവരുന്നത്. ഇതും യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് 5 സ്റ്റേജസിലേക്ക് ഇത് ഇമ്പാർട്ട് ചെയ്യാണ് ചെയ്തിരുന്നത്. സോ ദർ ആർ 5 സ്റ്റേജസ് ഇൻ പ്രൊഡക്റ്റ് സൈക്കിൾ മോഡൽ: ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്, എക്സ്പാൻഷൻ ഓഫ് പ്രൊഡക്ഷൻ ഫോർ എക്സ്പോർട്ട്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ബിഗിനിങ് ഓഫ് പ്രൊഡക്ഷൻ അബ്രോഡ് ത്രൂ ഇമിറ്റേഷൻ, foreign imitators underselling the nations in third market, then foreigners underselling the innovating firms in their home market as well. സോ ഇതാണ് ഇതിൽ ഓരോ സ്റ്റെപ്പുകൾ, ഓരോ ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ഇങ്ങനെ ഓരോ 5th സ്റ്റേജ് ആയിട്ടാണ് പ്രൊഡക്റ്റ് സൈക്കിളിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ആ വീഡിയോ ഒന്ന് കാണുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഏറ്റവും ആദ്യത്തെ കൺട്രീനെ സംബന്ധിച്ചിടത്തോളം ഇവരിത് എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Then അതിനുശേഷം they will be importing this portion of the area and second country will be starting export in the 4th stage. അതാണ് നോർമലി ഉണ്ടായിരിക്കുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സ്. എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സും നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് അഫക്ട് ചെയ്യുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂ ട്രേഡ് തിയറിനെ ബേസ് ചെയ്തിട്ട് 2008 നൊബേൽ പ്രൈസ് വാങ്ങിയിട്ടുള്ള ആളാണ് പോൾ ക്രൂഗ്മാൻ എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ അനാലിസിസ് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ട്രേഡ് പാറ്റേൺസ് ആൻഡ് ലൊക്കേഷൻസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതിൽ നമുക്കറിയാം ദർ ആർ സം കമ്പോസിഷൻസ്, ഇക്വിലിബ്രിയം ആൻഡ് ഡിസിക്വിലിബ്രിയം, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ്, തിയറീസ് ഓർ അപ്രോച്ചസ് ടു BOP. ഇതിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു കൺട്രി മറ്റ് കൺട്രീസുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രീനെ എടുക്കുമ്പോൾ ബാക്കിയുള്ള കൺട്രീസുമായിട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഇന്റർനാഷണലി ഉണ്ടോ അതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ റെക്കോർഡ് ചെയ്യാറുള്ളത്. സോ ബിറ്റ്വീൻ കൺട്രീസ് ആവുന്ന സമയത്ത് വിസിബിളും ഇൻവിസിബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതേസമയം ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സുകളും ഉണ്ടാവും. അപ്പം വിസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഇൻവിസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് കമ്മോഡിറ്റീസിൻ്റെതാണ്, ഗുഡ്സിനെ കുറിച്ചാണ്. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് സർവീസസിനെ കുറിച്ചായിട്ടാണ്. ദെൻ ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് താഴത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ ദർ ആർ 3 മെയിൻ കോമ്പണൻസ്: കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഒഫീഷ്യൽ റിസർവ് ട്രാൻസാക്ഷൻ, ദെൻ ഫൈനലി എറേഴ്സ് ആൻഡ് ഒമിഷൻസ്. നമുക്കറിയാം ഡബിൾ എൻട്രി ബുക്കിംഗ് ആണ് ഉണ്ടാവുക. നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള കാര്യം തന്നെ നെഗറ്റീവ് സൈഡിലും അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിലും കൊടുക്കുന്ന സിസ്റ്റം ആണ് ഉണ്ടായിരിക്കുക. സോ ദർ വിൽ ബി എ ഡബിൾ എൻട്രി ബുക്കിംഗ് സിസ്റ്റം ഫോർ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ദെൻ ക്രെഡിറ്റ്സ് ആൻഡ് ഡെബിറ്റ്സ്. അപ്പം ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ്, ഡെബിറ്റ് ട്രാൻസാക്ഷൻ എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനേഴ്സിൽ നിന്ന് പേയ്മെന്റ്സ് ഫ്രം ഫോറിനേഴ്സ് ആണ്. എന്നാൽ പേയ്മെന്റ്സ് ടു ഫോറിനേഴ്സ് ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആണ്. നോർമലി നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ക്രെഡിറ്റും ഡെബിറ്റും ഇവിടെയും പറയുന്നത്. ബട്ട് ദർ ഈസ് ഓൺലി വൺ ലൈക് ഡിഫറൻസ്. നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് വിൽ ബി ഹാവിംഗ് 2 accounts. That's why we are always saying that there is a double entry bookkeeping എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ. ദെൻ ദർ ആർ ഓട്ടോണമസ് ആൻഡ് അക്യുമുലേറ്റിംഗ് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്. ഓട്ടോണമസ് എന്ന് പറയുന്നത് കറന്റും ക്യാപിറ്റലിലും ഉൾപ്പെട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാറുള്ളത്, ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയാറുള്ളത്. അതേസമയം അക്കോമഡേറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ടു ഓഫ്സെറ്റ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ്. അപ്പം പ്രധാനമായിട്ടും നമുക്ക്
ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രാൻസാക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട് ആണ് പ്രധാനമായിട്ടും നമ്മൾ അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതായത് എവിടെയെങ്കിലും ഇതിൽ ഡെഫിസിറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഡെഫിസിറ്റും സർപ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി BOP ഡിസിക്ലിബ്രിയം കേസാണ്. അപ്പം അങ്ങനെ ഡെഫിസിറ്റും സർപ്ലസും ഇല്ലാതെ ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന സമയത്ത്, അപ്പം ഈ പറയുന്ന രണ്ടെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെഫിസിറ്റോ സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? വി ഹാവ് ടു ഇൻക്ലൂഡ് വൺ സെക്ടർ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരും. ദാറ്റ് വിൽ ബി ഡൺ ത്രൂ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട്. ദെൻ കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാവുന്ന ഐറ്റംസ് ആണ് വിസിബിൾ ട്രേഡിൻ്റെതും ഇൻവിസിബിൾ ട്രേഡിൻ്റെതും, നെറ്റ് ഇൻകം, അസറ്റ് ഇൻകം, യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ കേട്ടോ. ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് 1ഉം 2ഉം ചേർത്തിട്ടുള്ളതാണ് നമ്മൾ ട്രേഡ് ബാലൻസ് എന്ന് പറയാം. അപ്പം ബാലൻസ് ഓഫ് വിസിബിൾ ട്രേഡ്, ട്രേഡ് ഇൻ ഗുഡ്സും ട്രേഡ് ഇൻ സർവീസസും ഈക്വൽ ആകുമ്പോൾ ട്രേഡ് ബാലൻസ് ആയി. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ദർ. ക്യാപിറ്റൽ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ആണ് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ബോറോയിങ്സ് ആൻഡ് ലെൻഡിങ് ആണ് പ്രധാനമായിട്ടും, ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ മെയിൻ കാര്യം. ദെൻ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്, FDI, FII. ഓക്കെ, FII. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള ഇതിൽ രണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. നേരത്തെ കേസിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലും ക്യാപിറ്റൽ അക്കൗണ്ടിലും എന്തെങ്കിലും ഓഫ്സെറ്റിംഗ് നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുക ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കുന്ന സമയത്ത് വി ഹാവ് സം ഒഫീഷ്യൽ റിസർവ് അസറ്റ്സ് ഇൻക്ലൂഡിംഗ് ഗോൾഡ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ്, SDR, ആൻഡ് ഫൈനലി റിസർവ് പൊസിഷൻസ് വിത്ത് IMF. ഈ പറയുന്ന നാലെണ്ണാണ് അതിലുണ്ടായിരിക്കുക. ദെൻ റിസർവ് ട്രാഞ്ച് അല്ലെങ്കിൽ SDR, സ്പെഷ്യൽ ഡ്രോയിങ് റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പൊ IMF-ൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ IMF-ന്റെ മെമ്പർ ആവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ റിസർവ് നമ്മുടെ ഭാഗമായിട്ട് ഇവിടെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒരു ഡെസിഗ്നേറ്റഡ് കോട്ട നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മുടെ റിസർവ് ട്രാഞ്ച് പൊസിഷൻ ഉദ്ദേശിക്കുന്നത്. SDR എന്ന് പറയുന്നത് IMF-ന്റെ തന്നെ റിസർവ് അസറ്റ് ആണ്. അപ്പൊ അവിടെ എന്താ ചെയ്യുക വെച്ചാൽ, അവര് 5 കറൻസീസിന്റെ ബാസ്ക്കറ്റ്, അല്ലെങ്കിൽ 5 കറൻസീസിന്റെ ബാസ്ക്കറ്റ് ആക്കിയിട്ടാണ് SDR എന്ന് വിളിക്കുക. US ഡോളറും, യൂറോയും, ചൈനീസ് യുവാനും, ജപ്പാനീസ് യെന്നും, ബ്രിട്ടീഷ് പൗണ്ട് സ്റ്റേർലിംഗും ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് 5 ബാസ്ക്കറ്റ് ഓഫ് 5 കറൻസീസ് ആണ് ഈ പറയുന്നത് ഉണ്ടാവുക. ദെൻ എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസീസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഫൈനലി നമ്മൾ റെക്കോർഡിക്കലി നോക്കുന്ന സമയത്ത് നമുക്കറിയാം BOP ഓൾവേസ് ബാലൻസസ് എന്നാണ്. ആ ബാലൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ടാലി ഇറ്റ്, അതായത് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നോക്കി അവസാനം 0 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് എത്തുന്ന സമയത്ത് വെൻ വി സീ സംതിങ് ലൈക്ക് നമുക്ക് അത്ര ബാലൻസ് 0 ആവുന്നില്ലെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്താക്കും, എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എന്ന് പറയുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്യുക ചെയ്യാം. അപ്പൊ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഓരോ കേസിലും ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്പൻസീസ് 31.98 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 31.98 എന്ന് പറയുന്നത് എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? എന്തെങ്കിലും നമുക്ക് ഡെഫിസിറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫൈനലി നമ്മളത് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യാറുള്ളത്. ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം ഇൻ ദ BOP ഓർ ട്രൂ ബാലൻസ്, അവിടെ നമ്മൾ ഇക്വിലിബ്രിയം ഇൻ BOP is produced without using commercial policy and causing inflationary and deflationary gaps in the country. Then there are two BOP positions അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്ന് പറയാം, ഇക്വിലിബ്രിയം അതേപോലെ തന്നെ ഡിസിക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസീപ്റ്റ് അല്ലെങ്കിൽ ഓരോ കൺട്രിയിലേക്കും വരുന്ന എമൗണ്ടും ഓരോ കൺട്രി അടയ്ക്കുന്ന എമൗണ്ടും തമ്മിലുള്ള ഇക്വാലിറ്റിയാണ് ഇക്വിലിബ്രിയം ഉദ്ദേശിക്കുന്നത്. ഡിസിക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സർപ്ലസും ആവാം ഡെഫിസിറ്റും ആവാം. ദെൻ ടൈപ്സ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയം, അതിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം, ബാക്കി കാര്യങ്ങളൊക്കെ. അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ദർ ആർ സം കോസസ് ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ BOP. BOP-ൽ ദർ ആർ സം റീസൺസ്. അതിനെ നമ്മൾ ഇക്കണോമിക് ഫാക്ടേഴ്സും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും സോഷ്യൽ ഫാക്ടേഴ്സും തിരിക്കാറുണ്ട്. സോ ഇക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് BOP-യിലുള്ള പ്രധാനപ്പെട്ട, അതേപോലെ തന്നെ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ BOP-നെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയാം. അതേസമയം പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, സോഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ഓരോ എക്കോണമിയിലേക്കും എത്രത്തോളം വരണം, എത്രത്തോളം എക്കോണമീനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ദെൻ സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം ആണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കോണമിയിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, എന്തെങ്കിലും കൂടുതലായിട്ടും കൺട്രി ഒരു സെക്കൻഡറി ലെവലിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈമറി ലെവലിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അതിലുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസിക്വിലിബ്രിയം ആണ് സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ
പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഡെഫിസിറ്റോ സർപ്ലസോ ഉണ്ടായിരിക്കും ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എന്നുള്ളതാണ് സ്ട്രക്ചറൽ ഡിസിക്ലിബ്രിയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ അടുത്ത നമുക്ക് സൈക്ലിക്കൽ ഡിസിക്ലിബ്രിയം. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് സ്ട്രക്ചറൽ ഡിസിക്ലിബ്രിയം ആണ്, സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ. സൈക്ലിക്കൽ എന്ന് പറയുമ്പോൾ ബിസിനസ് സൈക്കിളിൽ ഉണ്ടാകുന്ന മാറ്റം, റിക്കവറി, ബൂം, റിസഷൻ പോലുള്ള കേസുകളിൽ ഓരോ സമയത്തും നമുക്ക് ഇന്ന് ഉണ്ടാവാറുണ്ട്, ഡിസിക്ലിബ്രിയം ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ സൈക്ലിക്കൽ എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ ഡിസിക്ലിബ്രിയം എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും പുതിയതായിട്ടുള്ള പ്രൊഡക്ഷന്റെ ടെക്നിക്സോ അല്ലെങ്കിൽ ഇന്നോവേഷൻസോ ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ബി ഒ പിയിൽ എന്തെങ്കിലും ഡിസിക്ലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കോൾഡ് ടെക്നോളജിക്കൽ. ദെൻ ബി ഒ പി ഡിസിക്ലിബ്രിയം കറക്റ്റ് ചെയ്യാനുള്ള ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ്. ബി ഒ പി ഡെഫിസിറ്റും ഉണ്ട്, ബി ഒ പി സർപ്ലസും ഉണ്ട്. ഡെഫിസിറ്റ് ഉണ്ടാകുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളതിന് വേണ്ടിയിട്ട് കറൻസീനെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റിനെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? വിൽ ബി ഡിപ്രിസിയേഷൻ. സർ ബി ഒ പി ഡെഫിസിറ്റ് ആണ് ഉണ്ടായതെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഡിപ്രിസിയേഷൻ ഓർ ഡീവാലുവേഷൻ ഓഫ് ദ കറൻസി. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നതും ഡീവാലുവേഷൻ എന്ന് പറയുന്നതും സെയിം ആണ്. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റ് ഫോഴ്സസ് ആണ് അവിടെ കാരണമാവുന്നത്, അതായത് ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ഹെൽപ്പോട് കൂടി. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പം സെൻട്രൽ ബാങ്ക് ആരാണോ അവർക്ക് പവർ ഉണ്ടാവുന്ന കേസാണ് ഡീവാലുവേഷൻ. അതായത് ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് കേസിലാണ്? വിൽ ബി യൂസിങ് ഇൻ ദി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. സെൻട്രൽ ബാങ്ക് യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് വിൽ ബി അബൌട്ട് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ബി ഒ പി ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ ദിൽ ബി ഡിപ്രിസിയേഷൻ ഓർ ഡിവാലുവേഷൻ. ഇൻക്രീസ്, അപ്പം ഡിപ്രിസിയേഷനോ ഡിവാലുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് കൂട്ടാനും ഇമ്പോർട്ട് കുറയ്ക്കാനുള്ള കാരണമാവും. ആൻഡ് ഫൈനലി ബി ഒ പി ഇക്വിലിബ്രിയം എത്തിക്കാൻ പറ്റും. അതേപോലെ സർപ്ലസ് ആവുന്ന സമയത്ത് ദിൽ ബി അപ്രിസിയേഷൻ ഓർ റീവാലുവേഷൻ ഓഫ് ദ കറൻസി. ബോത്ത് ആർ സെയിം ബട്ട് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഫ്ലെക്സിബിൾ ആവുന്ന സമയത്ത് റീവാലുവേഷന്റെ കേസിൽ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ഡിക്രീസ് ചെയ്യുകയും ഇമ്പോർട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഫൈനലി വിൽ ബി അഗെയിൻ റീച്ചിങ് ഇൻ ടു ബി ഒ പി ഇക്വിലിബ്രിയം. There are three approaches to BOP. ഒന്നാമത്തെ ഇലാസ്റ്റിസിറ്റി അപ്രോച്ച് ആണ്. ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ചും ഉണ്ട്, മോണിറ്ററി അപ്രോച്ചും ഉണ്ട്. ഇലാസ്റ്റിസിറ്റി അപ്രോച്ചിലാണ് യഥാർത്ഥത്തിൽ മാർഷൽ കണ്ടീഷൻസ് വരുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഡിവാലുവേഷൻ ഓർ ഡിപ്രിസിയേഷൻ ഓഫ് എ കറൻസി ക്യാൻ ബി സക്സസ്ഫുൾ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിവാലുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൺട്രീനെ ശരിക്ക് പോസിറ്റീവ് ആയിട്ടാണോ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടാണോ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇലാസ്റ്റിസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ അവർ പറയുന്നത് ഇഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട്. ഇത് ഇതേപോലെ തന്നെ പഠിച്ചു വെക്കണേ, മറക്കരുത്. ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ 1 ആവുന്ന സമയത്ത് ഡിവാലുവേഷൻ സക്സസ്ഫുൾ ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ഈസ് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഒരു നോ എഫക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് ഡിവാലുവേഷൻ വിൽ വേഴ്സൺ ദി ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കണം. അതേസമയം 0 ആവുന്ന സമയത്ത് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് 0 ആവുന്ന സമയത്ത് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് 0 ആവുന്ന സമയത്ത് എന്താണെന്നുള്ളതും ഓർത്ത് വെക്കുക. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് 0 ആവുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ടു ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ്. അതേസമയം ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് 0 ആവുന്ന സമയത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് എന്തായിരിക്കണം? ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ടു ഇംപ്രൂവ് ദ ബാലൻസ് ഓഫ് പേയ്മെന്റ് സിറ്റുവേഷൻ. അതാണ് നമ്മുടെ മാർഷലിയൻ കണ്ടീഷനിൽ മെയിൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ കംസ് ജെ കർവ്. ജെ കർവ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കൊണ്ടുവന്നുള്ളത് ഹാർബർഗറും ഹൗദാക്കറും ആയിരുന്നു. 1960s കൊണ്ടുവരുന്നത്. എംപെരിക്കൽ ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു ഡീവാലുവേഷൻ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇനീഷ്യലി ഒരു ഡിറ്റീരിയോറേഷൻ ഉണ്ടാവുകയും അതിനുശേഷം ഒരു പീരീഡ് ഓഫ് ഇംപ്രൂവ്മെന്റിലേക്ക് പോകും എന്നുള്ളതാണ് ജെ കർവ് എഫക്റ്റ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റിലാണ് ഓൾറെഡി ഉള്ളത്. ആൻഡ് വി ഇൻട്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഒരു ഡീവാലുവേഷൻ നടത്തി അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ നടത്തി. ഡിപ്രിസിയേഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇനീഷ്യലി എന്ത് ചെയ്യും? നമ്മുടെ ബി ഒ പി പൊസിഷൻ ഒന്നും കൂടി താഴേക്ക് പോവുകയും അതിനുശേഷം ഇത് ഇംപ്രൂവ് ചെയ്ത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് വിച്ച് മീൻസ് ഒരു സർപ്ലസിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജെ കർവിന്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റ് പറയുന്നത്. ദെൻ കംസ് കറൻസി പാസ് ത്രൂ. ഈ കറൻസി പാസ് ത്രൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്റർനാഷണൽ പ്രൈസസ്, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ട് പ്രൈസസും
ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. അതാണ് കറൻസി പാസ് റൂൾ മെയിൻ ആയിട്ടും പറയുന്നത്. സോ ജെ കർവ് അനാലിസിസ് അസ്യൂംസ് ദാറ്റ് എ ഗിവൺ ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ബ്രിങ്സ് അബൌട്ട് എ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പ്രൈസസ്. ഇതിനെയാണ് കറൻസി പാസ് ത്രൂ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ തന്നെ പാർഷ്യൽ കറൻസി പാസ് ത്രൂ ഉണ്ട്. ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ചേഞ്ചസ് ഇൻ എക്സ്ചേഞ്ച് റേറ്റ് ബ്രിങ്സ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൈസസ്. എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാവുന്ന മാറ്റം എത്രത്തോളം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് കറൻസി പാസ് ത്രൂവും അതേപോലെ തന്നെ പാർഷ്യൽ കറൻസി പാസ് ത്രൂവും പറയുന്നത്. അപ്പം എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിനേക്കാൾ കുറഞ്ഞിട്ടുള്ള ഒരു മാറ്റമാണ് ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കോൾഡ് ആസ് പാർഷ്യൽ കറൻസി പാസ് ത്രൂ. ദെൻ കംസ് ഇൻകം അബ്സോർപ്ഷൻ അപ്രോച്ച്. ഇത് സിഡ്നി അലക്സാണ്ടറിന്റെ ഐഡിയ ആയിരുന്നു. 1952 ഈ കൺസെപ്റ്റ് വരുന്നത്. ഈ കൺസെപ്റ്റ് പ്രകാരം ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം ഇഫ് ദ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ ഈസ് റെഡ്യൂസ്ഡ്. ഈ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം മൈനസ് അബ്സോർപ്ഷൻ ആണ്. ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. ഈ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും കൂട്ടിയതാണ് അബ്സോർപ്ഷൻ. അപ്പം ഈ കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ട്രേഡ് ബാലൻസ് വിൽ ബി ഈക്വൽ ടു ഇൻകം മൈനസ് അബ്സോർപ്ഷൻ. ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കൺസംഷനും ഇൻവെസ്റ്റ്മെന്റും കുറയ്ക്കുന്നതിനെയാണ്. ദെൻ മോണിറ്ററി അപ്രോച്ച് ടു ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ട്. അതാണ് മുണ്ടേലിന്റെ അതേപോലെ തന്നെ ഹാരി ജോൺസന്റെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് മോണിറ്ററിസത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് പറയുന്നത്. ഫിക്സഡ് ആയിട്ടുള്ളതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റിന്റെയും ബേസിസിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുക, നിങ്ങൾ എക്സസ് ഓഫ് മണി സപ്ലൈ ഓവർ മണി ഡിമാൻഡ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഉണ്ടാവും. ആൻഡ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ബേസിക്കലി നോക്കുന്ന സമയത്ത് എക്സസ് സപ്ലൈ ഓഫ് മണി may be offset by the central bank under a system of fixed exchange rate through the sale of foreign exchange reserves and the purchase of domestic currency. അപ്പോൾ നമ്മൾ എക്സസ് മണി സപ്ലൈ ഓവർ മണി ഡിമാൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ there will be balance of payment deficit, and balance of payment surplus ഉണ്ടാവുന്ന എപ്പോഴാണ് എക്സസ് ഡിമാൻഡ് ഫോർ മണി ഓവർ മണി സപ്ലൈ. അങ്ങനെ വരുന്ന സമയത്ത് വിൽ ബി ഹാവിംഗ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ്. ഓരോ കേസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ ടെക്സ്റ്റ് ടു അസ്. ദെൻ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് യു ക്യാൻ സി the markets where individuals, firms and banks buy and sell foreign currencies or foreign exchange. ആൾക്കാരുണ്ട്, ഫേംസും ഉണ്ട്, ബാങ്ക്സും ഉണ്ട്, ആൻഡ് ദേ വിൽ ബി ബൈയിങ് ഓർ സെല്ലിംഗ് ഫോറിൻ കറൻസീസ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച്. സോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പർച്ചേസിംഗ് പവർ ഫ്രം വൺ നാഷൻ ആൻഡ് കറൻസി ടു അനദർ എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് ഉണ്ട്, ക്രെഡിറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്, എഡ്ജിങ് ഉണ്ട്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ട്രാൻസ്ഫറുകൾ നടത്തുമ്പോൾ പർച്ചേസിംഗ് പവർ ഓഫ് പീപ്പിൾ ആണ് മാറുന്നത്. ദെൻ ക്രെഡിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ക്രെഡിറ്റ് ടു എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ദെൻ ഹെഡ്ജിങ് എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനാണ് ഹെഡ്ജിങ് നടത്തുന്നത്. ദെൻ വി ഹാവ് സം കൺസെപ്റ്റ് റിലേറ്റഡ് ടു ദ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസ്. ഒന്നാമത്തെ സ്പോട്ട് ട്രാൻസാക്ഷൻ ആണ്. വിത്തിൻ 2 ബിസിനസ് ഡേയ്സിന്റെ ഉള്ളിൽ നടത്തുന്ന എക്സ്ചേഞ്ച് റേറ്റിന്റെ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് കറൻസീസിനെയാണ് നമ്മൾ സ്പോട്ട് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക. സോ ഇറ്റ്സ് അബൌട്ട് വിത്തിൻ 2 ബിസിനസ് ഡേയ്സ്. ഫോർവേഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്ട് വാങ്ങുന്നു അല്ലെങ്കിൽ വിൽക്കുന്നു ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് അഗെയിൻസ്റ്റ് അനദർ കറൻസി അറ്റ് സം ഫിക്സഡ് റേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പൊ ഫ്യൂച്ചറിലേക്ക് ഫോർവേഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വിൽ ബി ഫിക്സിങ് എ പെർട്ടിക്കുലർ റേറ്റ്. ആ പെർട്ടിക്കുലർ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നു. അതിൽ തന്നെ ഫോർവേഡ് ഡിസ്കൗണ്ടും ഉണ്ട്, ഫോർവേഡ് പ്രീമിയം ഉണ്ട്. ഓക്കെ, ഫോർവേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന സമയത്ത് ഫോർവേഡ് റേറ്റ് ഈസ് ലോവർ ദാൻ സ്പോട്ട് റേറ്റ് ആവുന്ന സമയത്ത് ഫോർവേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. അതേസമയം ഫോർവേഡ് റേറ്റ് ഹയർ ദാൻ ദി സ്പോട്ട് റേറ്റ് ആവുന്ന സമയത്ത് വിൽ ബി കോൾഡ് ഇറ്റ് ആസ് ഫോർവേഡ് പ്രീമിയം എന്നും പറയും. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഫോർവേഡ് കോൺട്രാക്ട് ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് കറൻസി അമൗണ്ട്സിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും, അതായത് ഈ ഫോർവേഡിന്റെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി എ ഫോർവേഡ് കോൺട്രാക്ട് ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് കറൻസി അമൗണ്ട്സ് ആൻഡ് സെലക്ടഡ് കലണ്ടർ ഡേറ്റ്സ് ട്രേഡഡ് ഓൺ ആൻ ഓർഗനൈസ്ഡ് മാർക്കറ്റ്.
സോ ഇറ്റ് വിൽ ബി സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഫോർവേഡിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫോമിനെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറയാം. ദെൻ ദർ ഈസ് കറൻസി സ്വാപ്പ്. അവിടെ നമ്മൾ നടത്താറുള്ളത് ദർ വിൽ ബി എ സ്പോട്ട് സെയിൽ അറ്റ് ദ സെയിം ടൈം ദർ വിൽ ബി എ ഫോർവേഡ് റീപർച്ചേസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കറൻസി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ സെല്ലിംഗ് അറ്റ് ദ സ്പോട്ട് റേറ്റ്. ആൻഡ് ആ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ ബി ബൈയിങ് അറ്റ് എ ഫോർവേഡ് റീപർച്ചേസ് റേറ്റ്. അങ്ങനെ രണ്ട് റേറ്റ് ഉണ്ടാവുന്നതിന് കറൻസി സ്വാപ്പ് എന്നാണ് പറയാ. ദെൻ അടുത്ത കൺസെപ്റ്റ് വരുന്ന കറൻസി ഓപ്ഷൻസ് ആണ്. അതായത് ഇറ്റ് ഈസ് ഗിവിംഗ് എൻ ഓപ്ഷൻ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബയറിന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ദ ബയർ ഹാവ് ദ റൈറ്റ് ബട്ട് നോട്ട് ദ ഒബ്ലിഗേഷൻ. അപ്പോൾ ഒരു ഓപ്ഷൻ ആണ്, വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഓപ്ഷൻ തരുന്നതാണ് കറൻസി ഓപ്ഷൻ എന്ന് പറയാ. അതിൽ കോൾ ഓപ്ഷൻസും ഉണ്ട്, പുട്ട് ഓപ്ഷൻസും ഉണ്ട്. കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഹോൾഡർ ദ റൈറ്റ് ടു പർച്ചേസ് ആണ്, അതേസമയം റൈറ്റ് ടു സെൽ ആണ് പുട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. കോൾ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് ആണ്, അതേസമയം റൈറ്റ് ടു പർച്ചേസ് ആണ് കൊടുക്കുന്നത്. ദെൻ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ ആണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും ഡിഫറെന്റ് ആണ്. ദെൻ ആർബിട്രേജ് എന്ന് പറയുന്ന സമയത്ത് ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോറിൻ കറൻസീസിനെ നമ്മൾ വിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങുകയും എ എന്ന് പറയുന്ന കൺട്രിയിൽ നിന്ന് ബി എന്ന് പറയുന്ന കൺട്രി എന്ത് ചെയ്യുന്നു, കറൻസി വാങ്ങിയിട്ട് ഈ ബി എന്ന് പറയുന്ന കൺട്രി സി എന്ന് പറയുന്ന കൺട്രിയിൽ ഇത് വിൽക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ആർബിട്രേജ് എന്ന് പറയാ. ബിക്കോസ് ഈ നമ്മൾ എന്താ ചെയ്യുന്നത്, ബി എന്ന് പറയുന്ന കൺട്രി എയിൽ നിന്ന് വാങ്ങിയിട്ട് സിയിലേക്ക് നമ്മൾ വിൽക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് ആർബിട്രേജിന്റെ ഭാഗമായിട്ടാണ് പറയാം. ദെൻ ഹെഡ്ജിങ് എന്ന് പറയുന്ന സമയത്ത് വി ആർ ആക്ച്വലി അവോയ്ഡിങ് ദ റിസ്ക് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻസ്. ഇപ്പോൾ സ്പോട്ട് റേറ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ റിസ്ക് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്കുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് സ്പെക്കുലേഷനിൽ നോർമലി ഉണ്ടാവാറുള്ളത്. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിന്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ വി ഹാവ് അപ്രിസിയേഷൻ, ഡിപ്രിസിയേഷൻ, റീവാലുവേഷൻ ആൻഡ് ഡിവാലുവേഷൻ. അപ്രിസിയേഷൻ എന്ന് പറയുന്നതും ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. റീവാലുവേഷൻ എന്നുള്ളതും ഡിവാലുവേഷൻ എന്നുള്ളതും ഫിക്സഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ്സ് മെയിൻലി ഡ്യൂ ടു മാർക്കറ്റ് ഫോഴ്സസ്. ആൻഡ് ഇവിടെ നമ്മൾ സെൻട്രൽ ബാങ്കിന്റെ ഡിസ്ക്രിഷണറി പവർ ആയിട്ടാണ് ഉപയോഗിക്കുക. സോ ഇതാണ് നമ്മുടെ കൺസെപ്റ്റിൽ ചിന്തിക്കേണ്ടത്. അപ്രിസിയേഷൻ എന്ന് പറയുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റിന്റെ വാല്യൂ കൂടി എന്നാണ് അർത്ഥം. അതായത് ഇന്ത്യയുടെ റുപ്പി എന്ന് പറയുന്നത് 50 രൂപ ഈസ് ഈക്വൽ ടു $1 ആണെങ്കിൽ, ഓക്കെ, അത് 40 രൂപ ഈക്വൽ ടു $1 ആവുന്നതിനെയാണ് അപ്രിസിയേഷൻ എന്ന് വിളിക്കുക. ഇത് തന്നെയാണ് റീവാലുവേഷൻ എന്നുള്ളതും. ഓക്കെ, ദെൻ ഡിപ്രിസിയേഷനും ഡീവാലുവേഷനും സെയിം ആണ്. ഇവിടെ സംഭവിക്കുന്നതാണ് 50 റുപ്പി ഈക്വൽ ടു $1 എന്നുള്ള കേസ് 60 റുപ്പി ഈക്വൽ ടു $1 എന്നായി കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ്സ് ആക്ച്വലി ഡിവാലുവേഷൻ ഓർ ഡിപ്രിസിയേഷൻ. അയ്യോ. ദെൻ അടുത്തത് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സിൽ പറയുന്ന സമയത്ത് വി ഹാവ് ഡിഫറെന്റ് കൺസെപ്റ്റ്: നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്, ദെൻ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി റിക്വയർഡ് ടു പർച്ചേസ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. റിലേറ്റീവ് പ്രൈസ് രണ്ട് കറൻസീസിനെ ബേസ് ചെയ്ത് വരുമ്പോൾ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ആയി. ആൻഡ് ഇതിന്റെ തന്നെ വെയിറ്റ്, അല്ലെങ്കിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ വെയിറ്റഡ് ആവറേജിനെ നമ്മൾ എന്തെന്ന് പറയും, നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ആൻഡ് റിയൽ എക്സ്ചേഞ്ച് റേറ്റിന്റെ വെയിറ്റഡ് ആവറേജിനെ ട്രേഡർ കറൻസീസിന്റെ എല്ലാം വെയിറ്റഡ് ആവറേജ് ആയിട്ട് എടുക്കുന്ന സമയത്ത് വിൽ ബി സേയിങ് ഇറ്റ് ആസ് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ വി ഹാവ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അവിടെ ചെയ്യാറുള്ളത് മോണിറ്ററി അതോറിറ്റിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആവുന്ന സമയത്ത് ഡിറ്റർമിൻ ബൈ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ദെൻ ഹൈബ്രിഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആവുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെയും ഒരു കമ്പൈൻഡ് ഫോർമാറ്റ് ആണ് ഉണ്ടാവുക. ഈ ഹൈബ്രിഡിൽ തന്നെ വി ഹാവ് ഡിഫറെന്റ് ടൈപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഹൈബ്രിഡിൽ തന്നെ വി ഹാവ് അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം, ക്രോളിംഗ് പെഗ് സിസ്റ്റം, മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇന്ത്യ ശരിക്കും ഫോളോ ചെയ്യുന്നത് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആണെന്നുള്ള ഓർത്ത് വെക്കുക. അഡ്ജസ്റ്റബിൾ പെഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ദ സിസ്റ്റം അണ്ടർ വിച്ച് എക്സ്ചേഞ്ച് റേറ്റ്സ് ഓർ പാർ വാല്യൂസ് ആർ പീരിയോഡിക്കലി ചേഞ്ച് ടു കറക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. സോ അഡ്ജസ്റ്റബിൾ ആവുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് പീരിയോഡിക്കലി ചേഞ്ച് ചെയ്യും. ക്രോളിംഗ് എന്ന് പറയുന്ന സമയത്ത് ചേഞ്ച്ഡ് ബൈ വെരി സ്മോൾ പ്രീ അനൗൺസ്ഡ് എമൗണ്ട്സ്, അതാവുന്ന സമയത്ത് വിൽ ബി കോൾഡ് ആസ് വെരി സ്മോൾ പ്രീ അനൗൺസ്, ക്രോളിംഗ് ആണ്. ദെൻ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എന്ന് പറഞ്ഞ സമയത്ത് എന്താണ്, പോളിസി ഓഫ് ഇന്റർവെൻഷൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ബൈ
മോണിറ്ററി അതോറിറ്റീസ്, അതായത് എന്തെങ്കിലും ഷോർട്ട് റൺ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ മാത്രം ഇൻവോൾവ് ചെയ്യുന്നതിനെയാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഈ മാനേജ്ഡ് ഫ്ലോട്ടിംഗിൽ തന്നെ ക്ലീൻ ഫ്ലോട്ടും ഉണ്ട്, ഡേർട്ടി ഫ്ലോട്ടും ഉണ്ട്. അതായത് എക്സസ് ഡിമാൻഡ് ഓർ സപ്ലൈയിലൂടെ തന്നെ, അതായത് നമ്മൾ മോണിറ്ററി അതോറിറ്റി ഇന്റർവീൻ ചെയ്യാതെ നടത്തുന്ന ഫ്ലോട്ടിങ്ങിനെ ക്ലീൻ ഫ്ലോട്ട് എന്നുള്ളതും, എന്നാൽ മോണിറ്ററി അതോറിറ്റി ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡേർട്ടി ഫ്ലോട്ട് എന്നുമാണ് വിളിക്കുക. ദെൻ വി ഹാവ് സം തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഓക്കെ, വിൽ കണ്ടിന്യൂ ആഫ്റ്റർ ദ ബ്രേക്ക്. ഒരു 9:20 വരെ ഒരു ചെറിയ ബ്രേക്ക് കേട്ടോ. പോണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് വരാം. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടേ. Now we can explain the theories related to exchange rate. അതിൽ ആദ്യത്തെ വരുന്നത് മിൻ പാരിറ്റി ആൻഡ് പ്രൈസ് സ്പെഷ്യൽ ഫ്ലോ എന്ന് പറയുന്നതാണ്. അപ്പം അതിൽ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ സമയത്ത് ഓരോ നാഷൻസും അല്ലെങ്കിൽ ഓരോ കൺട്രീസും അവർ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന അവരുടെ ഗോൾഡ് കണ്ടന്റ് എന്താണോ അതിനെ കറൻസിയിലേക്ക് പറയുന്ന രീതിയിലായിരുന്നു ശരിക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സിസ്റ്റത്തിനാണ്, അല്ലെങ്കിൽ നമ്മൾ ഗോൾഡിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാക്കുന്നത്. സോ ഈ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനായിരുന്നു മിന്റ് പാരിറ്റി എന്ന് വിളിച്ചിരുന്നത്. ആൻഡ് ഇറ്റ്സ് മെയിൻലി ഡ്യൂറിങ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് പീരീഡ്. സോ അതാണ് നിങ്ങൾ മിൻ പാരിറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതേപോലെ തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് സിസ്റ്റം, അതായത് ഡിമാൻഡിന്റെയും അതേപോലെ തന്നെ സപ്ലൈന്റെയും ബേസിസിൽ ഉണ്ടായിരുന്ന ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിനെയാണ് പ്രൈസ് സ്പെസി ഫ്ലോ ഇൻ മെക്കാനിസം എന്നുള്ള രീതിയിൽ വിളിച്ചിരുന്നത്. ദെൻ PPP തിയറി, അതായത് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ ഗുസ്താവ് കാസലാണ് 1918 ഈ ഒരു കൺസെപ്റ്റ് തരുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റിയും അതേപോലെ തന്നെ റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റിയും ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു കറൻസീസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് പ്രൈസ് ലെവൽസ് എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ഇക്വേഷൻ ആയിട്ട് R ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ P സ്റ്റാർ. അപ്പം P എന്ന് പറയുന്നത് എന്താണ്, സ്പോട്ട് റേറ്റിലുള്ള എക്സ്ചേഞ്ച് റേറ്റും പി അല്ല P എന്ന് പറയുന്ന R എന്ന് പറയുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് സ്പോട്ട് റേറ്റ്, ആൻഡ് P എന്ന് പറയുന്നത് P ആൻഡ് P സ്റ്റാർ ആർ ജനറൽ പ്രൈസ് ലെവൽ. അതേ സമയത്ത് ഹോം നാഷൻ്റെതും ഫോറിൻ നാഷൻ്റെതുമാണ്. P എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൈസ് ലെവലും P സ്റ്റാർ എന്ന് പറയുന്നത് ഫോറിൻ ആയിട്ടുള്ള പ്രൈസ് ലെവലുമാണ്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അബ്സല്യൂട്ട് പർച്ചേസിംഗ് പവർ പാരിറ്റി ഉണ്ടായിരുന്നത്. എന്നാൽ റിലേറ്റീവ് പർച്ചേസിംഗ് പവർ പാരിറ്റി P1 ഡിവൈഡഡ് ബൈ P0 ഡിവൈഡഡ് ബൈ P ഇൻറ്റു 1 P സ്റ്റാർ 1 ഡിവൈഡഡ് ബൈ P സ്റ്റാർ 0 എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ജനറൽ പ്രൈസ് ലെവലും അതേപോലെ തന്നെ റിലേറ്റീവ് ആണ്. മറ്റേ കൺട്രീൻ്റെയും കൂടി രണ്ട് കൺട്രീൻ്റെ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് വിൽ യൂസ് റിലേറ്റീവ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്ന രീതിയിൽ. ദെൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്രോച്ചിലേക്ക് വരുന്ന സമയത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്രോച്ച് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ ഫ്രീ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഡിറ്റർമിൻസ് ദ പ്രൈസ് ഓഫ് ഫോറിൻ കറൻസി ഇൻ ടേംസ് ഓഫ് ഡൊമസ്റ്റിക് കറൻസി. ഇവിടെ നമ്മൾ ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും അടിസ്ഥാനത്തിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്രോച്ചിലേക്ക് പോകുമ്പോൾ BOP ഡെഫിസിറ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ് ചെയ്യാറുള്ളത്, BOP സർപ്ലസ് ഉണ്ടാകുന്ന സമയത്ത് എന്താണുള്ളത്, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. BOP ഡെഫിസിറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, എക്സസ് സപ്ലൈ ഓഫ് കറൻസി which will be external value of home currency will be low. Then BOP surplus ആവുന്ന സമയത്ത് we have excess demand for currency. Surplus എപ്പോഴാണ് വരുന്നത്, it when the excess demand for currency will be there. That means demand is greater than supply എന്ന് പറയുന്ന കേസാണ്. Demand is greater than supply എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്ചേഞ്ച് റേറ്റിന്റെ കേസിൽ എന്താണ്, എക്സ്ചേഞ്ച് റേറ്റിന് അപ്രിസിയേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടുത്തെ കേസിൽ സപ്ലൈ കൂടുതലാണെങ്കിൽ ഡിപ്രിസിയേഷൻ ആണ് നടക്കുന്നത്. സോ ഈ ഒരു ഐഡിയ ബാലൻസ് ഓഫ് പേയ്മെന്റ് അപ്രോച്ചിൽ ഉണ്ടാവണം. പിന്നെ അസറ്റ് മാർക്കറ്റ് മോഡൽ, ഈ അസറ്റ് മാർക്കറ്റ് മോഡൽ പ്രധാനമായിട്ടും വില്യം ഷാർപ്പയുടെ കൺസെപ്റ്റ് ആണ്. കറൻസി വിൽ ബി ഇൻ ഹയർ ഡിമാൻഡ് ആൻഡ് ഷുഡ് അപ്രീഷിയേറ്റ് ഇൻ വാല്യൂസ് ഇഫ് ദ ക്യാപിറ്റൽ ഫ്ലോസ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഓഫ് ദാറ്റ് കൺട്രി ഇൻക്രീസ്. സോ എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻഫ്ലോയും അല്ലെങ്കിൽ എനി ക്യാപിറ്റൽ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഇനീഷ്യേറ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ് ഇൻവോൾവ്സ് കറൻസി. അതാണ് അസറ്റ് മാർക്കറ്റ് മോഡലിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതേപോലെ തന്നെ ഈ തിയറി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കറൻസി വിൽ ബി ഇൻ മോർ ഡിമാൻഡ് ആൻഡ് ദെൻ ദ വാല്യൂ ഓഫ് ദ കറൻസി വിൽ ബി അപ്രിഷിയേറ്റഡ്.
ബേസിക്കലി നമുക്കറിയാവുന്ന കാര്യമാണ്, ഏത് കറൻസിയാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത്, ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ വരുന്ന സമയത്ത് വിൽ ബി ഹാവിങ് കറൻസി അപ്രിഷിയേഷൻ. പോർട്ട്ഫോളിയോ ബാലൻസ് അപ്രോച്ചിൽ മെയിൻ ആയിട്ടും അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത് നോട്ട് ഓൺലി ത്രൂ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ബട്ട് ഓൾസോ ദ ഹോൾഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ലൈക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ബോണ്ട്സ്. സോ ഡൊമസ്റ്റിക്കും ഫോറിൻ ബോണ്ട്സും പോലെയുള്ള ഫിനാൻഷ്യൽ അസറ്റുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് റാദർ ദാൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. സോ ലൈക്ക് ഇനി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നമുക്കറിയാം ഏതൊരു കൺട്രിയുടെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്കണോമിക് ഗോൾസ് എന്ന് പറയുന്നത് ഇന്റേണൽ ബാലൻസും എക്സ്റ്റേണൽ ബാലൻസും റീസണബിൾ റേറ്റ് ഓഫ് ഗ്രോത്തും അതേപോലെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, ആഡക്വറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഗോൾസ് ആയിട്ട്, എക്കണോമിക് ഗോൾസ് ആയിട്ട് പറയാറുള്ളത്. അപ്പം ഇന്റേണൽ ബാലൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഫുൾ എംപ്ലോയ്മെന്റ്, റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. എപ്പോഴും എന്ത് ചെയ്യണം, ഒരു പെർട്ടിക്കുലർ 4 to 5% എന്നുള്ള രീതിയിലായിരിക്കണം മാക്സിമം നമുക്ക് ഓരോ കൺട്രിയിലും അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കേണ്ടത്. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 to 3% പെർ ഇയർ എന്നുള്ളതിന്റെ കേസിലേക്ക് മുകളിലേക്ക് വരാൻ പാടില്ല. ഇത് രണ്ടുമാണ് ഇന്റേണൽ ബാലൻസ് നടത്താറുള്ളത്. നോർമലി ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റും ബേസ് ചെയ്തിട്ടാണ് ഇന്റേണൽ ബാലൻസ് വരുന്നത്. പക്ഷെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഇക്വിലിബ്രിയമാണ് എക്സ്റ്റേണൽ ബാലൻസ് എന്ന് പറയാം. ആൻഡ് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ, ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷൻസ് ഹാവ് ഡിഫറെന്റ് പോളിസി ഇൻസ്ട്രുമെന്റ്സ്. അതിലാണ് എക്സ്പെൻഡിച്ചർ ചേഞ്ചിങ് ഓർ ഡിമാൻഡ് പോളിസി, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസീസ് ആൻഡ് ഡയറക്റ്റ് കൺട്രോൾ, ഈ മൂന്നെണ്ണം വരുന്നത്. ചേഞ്ചിങ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ പോളിസിനെയും മോണിറ്ററി പോളിസിനെയാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻഡിച്ചർ സ്വിച്ചിങ് പോളിസി പ്രധാനമായിട്ടും എക്സ്ചേഞ്ച് റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ ഡിവാലുവേഷൻ ഓർ റിവാലുവേഷൻ. ദെൻ ഡയറക്റ്റ് കൺട്രോൾസ് എന്ന് പറയുന്ന സമയത്ത് താരിഫ്, കോട്ടാസ് പോലെയുള്ള റെസ്ട്രിക്ഷൻസ് ആണ് മെയിൻ ആയിട്ടും ഉദ്ദേശിക്കുന്നത്. ദെൻ ടിൻബർഗൻ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ, നോബൽ പ്രൈസ് വിന്നർ ആയിരുന്നു 1969. ആൻഡ് ദ നാഷൻ യൂഷ്വലി നീഡ്സ് മെനി എഫക്റ്റീവ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് ആസ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് ഒബ്ജക്റ്റീവ്സ് ഇറ്റ് ഹാസ്. അപ്പോൾ ഒരു നാഷന് 2 ഒബ്ജക്റ്റീവ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 പോളിസി ഇൻസ്ട്രുമെന്റ്സ് എങ്കിലും അവർക്ക് ആവശ്യമാണ് ടു അച്ചീവ് ദ 2 ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ടിൻബർഗന്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. സോ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തിരുന്നത് മുണ്ടേലായിരുന്നു. ആൻഡ് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഇൻവോൾവ്സ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ, എക്കണോമിക് എക്സ്പോഷർ ആൻഡ് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ആർ ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. അതിൽ ഒന്നാമത്തതാണ് ട്രാൻസാക്ഷൻ എക്സ്പോഷർ, രണ്ടാമത്തത് എക്കണോമിക് എക്സ്പോഷർ, മൂന്നാമത്തത് ട്രാൻസ്ലേഷൻ എക്സ്പോഷർ. ദെൻ സ്വാൻ ഡയഗ്രാം എന്ന് പറയുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ്. എക്സ്ചേഞ്ച് റേറ്റിന്റെ പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് ആൻഡ് ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ, അതായത് എക്സ്ചേഞ്ച് റേറ്റും ഡൊമസ്റ്റിക് അബ്സോർപ്ഷനും ചേർന്നുകൊണ്ടുള്ള പോസിബിൾ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ സ്വാൻ ഡയഗ്രാം എന്നുള്ള രീതിയിൽ വിളിക്കാറുണ്ടായിരുന്നത്. സോ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആൻഡ് ഇതിൽ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പോളിസി മിക്സ് ഉണ്ട്, അതാണ് ഇവിടുത്തെ OR2 OD2 പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അവർ പറയുന്നത് എന്തൊക്കെ പോളിസീസ് വേണം, അതിനു വേണ്ടിയിട്ടുള്ള പോളിസീസിൽ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. സോ വെൻ ദർ ഈസ് സർപ്ലസ് ദർ വിൽ ബി അൺഎംപ്ലോയ്മെന്റ്, വെൻ ദർ ഈസ് ഡെഫിസിറ്റ് ദർ വിൽ ബി അൺഎംപ്ലോയ്മെന്റ് വിച്ച് ഈസ് ലെസ്. ലൈക്ക് ആ ഒരു കണ്ടീഷൻ, അപ്പോൾ ഓരോ പൊസിഷനിലും എന്താണ് ഉള്ളത് എന്നുള്ള അറിയണം. ആൻഡ് വേർ ദ പോളിസി മിക്സ് വിൽ ഹാപ്പൻ, ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ ദിസ് exchange rate and domestic absorption, and there will be a possible combination for that. Once there is a possible combination, ആ കോമ്പിനേഷനിലെ ഏറ്റവും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടാറുള്ളത്, നോർമലി സ്വാൻ ഡയഗ്രം ഉണ്ടാവാറുള്ളത്. സോ ഇറ്റ്സ് അബൌട്ട് പോളിസി. സോ ദ തിയറി ഓഫ് ഒപ്റ്റിമം കറൻസി ഏരിയ ആണ് അടുത്ത് പറയാനുള്ളത്. അതിൽ റോബർട്ട് മുണ്ടേലും മക്കിന്നോനുമാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. സോ ഇറ്റ് വിൽ ബി ലിങ്ക്ഡ് through permanently fixed exchange rate ആണ്. So the currencies of member nations could then float jointly. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒപ്റ്റിമം കറൻസി ഏരിയ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നാഷൻസ് അവരുടെ നാഷണൽ കറൻസീസ് എല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പെർമനന്റ്ലി ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വരുന്നതിനെയാണ് തിയറി ഓഫ് ഒപ്റ്റിമം കറൻസി എന്ന് പറയുന്നത്. സോ ജോഗ്രഫിക്കൽ ഏരിയ ആയിട്ട് അവർ കൺസിഡർ ചെയ്യാറുള്ളത് ആ ജോഗ്രഫിക്കൽ ഏരിയനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ കറൻസിയിലേക്ക് മാറും, യൂറോ ഒക്കെ ചെയ്യുന്ന പോലെ. ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ് അടുത്തോടെ കൊടുത്തിട്ടുള്ളത്. ദെൻ ദർ ഈസ് എ പോളിസി ട്രിലെമ്മ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പോളിസി പറഞ്ഞ സമയത്ത് നമുക്ക് ഒരു ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ 3 കാര്യങ്ങളും ഒരേ സമയത്ത് പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, ഒരു കൺട്രി ഫിക്സഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റും ഓട്ടോണമി ഓഫ് മോണിറ്ററി ഉണ്ടെന്ന് വിചാരിക്കാം. ആ കൺട്രിയിൽ ഒരിക്കലും ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റി പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. അതേസമയം ഇൻ കേസ് ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റിയും ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഉള്ളതാണെങ്കിൽ ദർ വിൽ ബി നോ ഓട്ടോണമി ഓഫ് മോണിറ്ററി അതോറിറ്റി.
അതേസമയം തന്നെ ഫ്രീ ക്യാപിറ്റൽ മൊബിലിറ്റിയും മോണിറ്ററി ഓട്ടോണമി ഉള്ള ഒരു കൺട്രിയിലാണെങ്കിൽ ദേ വോണ്ട് ബി ഹാവിംഗ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇതാണ് നമ്മുടെ പോളിസി ട്രിലെമ്മ അല്ലെങ്കിൽ ഇമ്പോസിബിൾ ട്രിനിറ്റി എന്ന് പറയുന്നത്. ദെൻ കംസ് എക്സ്ചേഞ്ച് റേറ്റ് ഓവർ ഷൂട്ടിംഗ്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഒരു വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ എക്സ്ചേഞ്ച് റേറ്റ് ഇമ്മീഡിയറ്റ്ലി ഡിപ്രിഷിയേറ്റ് ഓർ അപ്രിഷിയേറ്റ് ബൈ മോർ ദാൻ റിക്വയർഡ് ഫോർ ലോങ് റൺ ഇക്വിലിബ്രിയം. വലിയ രീതിയിൽ ഡിപ്രിസിയേഷനോ ഇതുണ്ടാവുന്ന സമയത്താണ് എക്സ്ചേഞ്ച് റേറ്റ് ഓവർ ഷൂട്ടിംഗ് എന്നുള്ള രീതിയിൽ വിളിക്കാറുള്ളത്. ആൻഡ് ഇനി നമുക്ക് പറയാനുള്ളത് താരിഫിനെ കുറിച്ചും നോൺ താരിഫിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട്. സോ താരിഫ് നോൺ താരിഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്റർനാഷണൽ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് വി ഹാവ് ടു ഇമ്പോർട്ടൻറ്റ് താരിഫ് അല്ലെങ്കിൽ ടു ഇമ്പോർട്ടൻറ്റ് റെസ്ട്രിക്ഷൻസ്. വൺ ഈസ് ബേസ്ഡ് ഓൺ താരിഫ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബേസ്ഡ് ഓൺ നോൺ താരിഫ് ബാരിയേഴ്സ്. രണ്ട് ബാരിയേഴ്സ് ആണ് ഇന്റർനാഷണൽ ട്രേഡിനുള്ളത്. അപ്പം ആദ്യം പറയുന്ന ടൈപ്സ് ഓഫ് താരിഫിനെ കുറിച്ചാണ്. താരിഫ് എന്ന് പറയുന്നത് അഡ്വലോറം ആവാം, സ്പെസിഫിക് ആവാം, കോമ്പൗണ്ട് ആവാം. അഡ്വലോറം ഈസ് ബേസ്ഡ് ഓൺ വാല്യൂ. വാല്യൂ മീൻസ് പ്രൈസ് ആണ് പ്രധാനമായിട്ട് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ദ വാല്യൂ. അപ്പം നമ്മൾ പ്രൈസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൈസിന്റെ മുകളിൽ താരിഫ് ചുമത്തുമ്പോൾ അതിനെ നമ്മൾ അഡ്വലോറം താരിഫ് എന്ന് പറയും. സ്പെസിഫിക് താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ എന്താ നടത്തുന്നത്, ഇവിടെ നമ്മൾ നടത്തുന്നത് ഫിസിക്കൽ യൂണിറ്റ്, അതായത് എത്ര ക്വാണ്ടിറ്റി എക്സ്പോർട്ട് ചെയ്യണം, എത്ര എക്സ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് സ്പെസിഫിക് താരിഫിൽ ചെയ്യുക. കോമ്പൗണ്ട് താരിഫ് എന്ന് പറയുന്ന സമയത്ത് അഡ്വലോറത്തിന്റെയും സ്പെസിഫിക്കിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് പറയുക. സോ ദർ ആർ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ. ഓൺ ദ ബേസ് ഓഫ് ഡയറക്ഷൻ ഇമ്പോർട്ട് താരിഫും എക്സ്പോർട്ട് താരിഫും ഉണ്ട്. ഓൺ ദ ബേസ് ഓഫ് പർപ്പസ് പ്രൊട്ടക്റ്റീവ് താരിഫും റവന്യൂ താരിഫും ഉണ്ട്. ദെൻ ഓൺ ദ ബേസ് ഓഫ് ടൈം ലെങ്ത് വി ക്യാൻ സേ താരിഫ് സർചാർജ് ആൻഡ് കൗണ്ടർവെയിലിംഗ് താരിഫ്. കൗണ്ടർവെയിലിംഗ് താരിഫ് ഒരുപാട് പ്രാവശ്യം എക്സാം ചോദിച്ചിട്ടുണ്ട്. താരിഫ് ലെവിഡ് ഓൺ ഇമ്പോർട്ടഡ് ഗുഡ്സ് ടു ഓഫ്സെറ്റ് സബ്സിഡീസ് മെയ്ഡ് ടു പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദീസ് ഗുഡ്സ് ഇൻ ദ എക്സ്പോർട്ടിംഗ് കൺട്രി. ഇപ്പോൾ ഒരു കൺട്രി, ആ കൺട്രിയിൽ എന്തുണ്ട്, അവിടെ ഒരു സബ്സിഡി കിട്ടുന്നുണ്ട്. സോ സബ്സിഡി കിട്ടുമ്പോൾ ഈ സാധനങ്ങൾ എന്ത് ചെയ്യും, ചെറിയ റേറ്റിലാണ് ഇങ്ങോട്ട് പോവുക, അടുത്ത കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക. സോ ബേസിക്കലി അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി കൊടുക്കും. അതിനെയാണ് നമ്മൾ കൗണ്ടർ വെയിലിംഗ് താരിഫ് എന്ന് വിളിക്കുക. ദെൻ താരിഫ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്പെസിഫിക്. ഹലോ സാർ ഒന്നുകൂടി പറയോ? കൗണ്ടർ വെയിലിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഓരോ കൺട്രീസ് ഒന്നുണ്ടാവും. ഇപ്പൊ ഇന്ത്യ എന്ത് ചെയ്യുന്നു, ഇന്ത്യ ഒരു എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ മുകളിൽ സബ്സിഡി കൊടുക്കുന്നു. ആ സബ്സിഡി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ചെറിയ റേറ്റിൽ അല്ലെങ്കിൽ പ്രൈസ് കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ സെൽ ദ സെയിം തിങ് ഇൻ ദി ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് യു എസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഈ ഈ ഒരു സാധനം ചെറിയ റേറ്റിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ യു എസിൽ ഉണ്ടായിട്ടുള്ള ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷനെ അത് ബാധിക്കും. അപ്പൊ നോർമലി അവരെന്ത് ചെയ്യും, ഈ സാധനത്തിന്റെ മുകളിൽ ഒരു താരിഫ് ചുമത്തും. അപ്പൊ എന്ത് ചെയ്യും, ഈ പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് വിൽ ബി ഹൈ, പ്രൈസ് വിൽ ബി ഹയർ. ഇതാണ് നമ്മുടെ കൗണ്ടർ വെയിലിംഗ് താരിഫിൽ ചെയ്യാറുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ സാർ. ക്ലിയർ ആണോ? സാർ ക്ലിയർ. ഓക്കെ. ദെൻ താരിഫ് റേറ്റ്സിന്റെ ബേസിസിൽ സ്പെസിഫിക് ഡ്യൂട്ടീസ്, അഡ്വലോറും ആൻഡ് ഫൈനലി കോമ്പൗണ്ട്. അഡ്വലോർ എന്ന് പറയുമ്പോൾ വാല്യൂന്റെ ബേസിസിൽ, സ്പെസിഫിക് ആവുന്ന സമയത്ത് വിൽ ബി ഹാവിംഗ് ഓൺ ദ ബേസ് ഓഫ് ക്വാണ്ടിറ്റി. ദെൻ അടുത്തത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ്. ദെൻ ഓൺ ദ ബേസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ വി ഹാവ് സിംഗിൾ സ്റ്റേജ്ഡ്. ഇപ്പം ഒറ്റ സ്റ്റേജിൽ മാത്രം താരിഫ് ചുമത്തുക. വാല്യൂഡ് എന്ന് പറയുന്ന സമയത്ത് ഓരോ അഡീഷണൽ സ്റ്റേജസിലേക്ക് എത്തുന്ന സമയത്താണ്. അപ്പം ലൈക്ക് ഓരോ അഡീഷണൽ, അതേ സമയത്ത് കാസ്കേഡ് എന്ന് പറയുന്നത് എവറി സ്റ്റേജ്, എല്ലാ സ്റ്റേജിലും നടത്തും. നോ ഡിഡക്ഷൻ, അതേപോലെ തന്നെ പെയ്ഡ് ഇൻ ഏർലിയർ സ്റ്റേജസിലാണ് മെയിനായിട്ടും കാസ്കേഡ് ഉണ്ടാക്കാറുള്ളത്. ദെൻ ഒപ്റ്റിമം താരിഫാണ് അടുത്ത പറയാനുള്ളത്. ഈ താരിഫിന്റെ കേസിൽ ഓരോ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഒരു വെൽഫെയർ ലെവലിൽ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ വെൽഫെയറിനെ ബാധിക്കുന്ന രീതിയിൽ താരിഫ് നോർമലി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ താരിഫ് ചുമത്തി കഴിഞ്ഞാൽ ആ കൺട്രിയിലേക്ക് വരുന്ന ഇമ്പോർട്ട് കുറവായിരിക്കും. അപ്പം ഈ ഇമ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും, ദാറ്റ് മൈറ്റ് ഇമ്പാക്ട് ദ സോഷ്യൽ വെൽഫെയർ ഓഫ് ദ നാഷൻ. അപ്പം ആ സോഷ്യൽ വെൽഫെയർ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ലെവൽ ഓഫ് താരിഫിനാണ് ഒപ്റ്റിമം താരിഫ് എന്ന് സിംപ്ലി പറയാം. അപ്പം ഈ ഒപ്റ്റിമം താരിഫിന് വേണ്ടിയിട്ട് വി ഹാവ് എൻ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ ആണ് അതിന് യൂസ് ചെയ്യാറുള്ളത്. ടി സ്റ്റാർ ഈസ് ഇക്വൽ ടു 1/E-1. അതിൽ ടി സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം താരിഫാണ്. ഇ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് നാഷൻസ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഓഫർ കർവ് ആണ്. ആൻഡ് ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇ എന്ന് പറയുന്ന വാല്യൂ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്റ്റിമം താരിഫ് എപ്പോഴും 0 ആയിരിക്കും. അതേസമയം ഇ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന സമയത്ത്
ടി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പം ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. Then prohibitive tariff ഉണ്ട്. Is a tariff sufficiently high to stop all international trade so that the nations returns to autarky. അപ്പോൾ പ്രൊഹിബിറ്റീവ് താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടേക്ക് വരുന്ന ഇന്റർനാഷണൽ ട്രേഡിനെ കറക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ റേറ്റ് ഓഫ് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും ഓരോ കൺട്രീസും നമ്മൾ ഈ പറയുന്ന താരിഫും നോൺ താരിഫ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്തുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് എക്കോണമീനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. വിച്ച് മീൻസ് ദെയർ എക്സ്പോർട്ട് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഇമ്പോർട്ട് ഷുഡ് ബി ഡിസ്കറേജ്ഡ്. അതാണ് നോർമലി പ്രൊട്ടക്ഷനിൽ നടക്കാറുള്ളത്. സോ ഈ റേറ്റ് ഓഫ് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കോർഡന്റെ കൺസെപ്റ്റാണ് 1966 വന്നത്. സോ ഇവിടെ പറയുന്നത് റേറ്റ് ഓഫ് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ചെയ്യുക, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദ ടു ദ ഡൊമസ്റ്റിക് ഗുഡ്. ഇപ്പം ഏതൊരു കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ, ഇപ്പം ഇന്ത്യയിലേക്ക് ഏതെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുന്നു, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഈ ഇമ്പോർട്ട് ചെയ്യുന്നത് നോർമലി എന്ത് ചെയ്യും, ഇവിടുത്തെ എക്കോണമിയിലുള്ള ഇതേ സാധനം ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ആ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷന് അതൊരു കോമ്പറ്റീഷൻ ആണ്. സോ ബേസിക്കലി എന്താ ചെയ്യുക, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ഷനെ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിൽ ബി ഇൻക്ലൂഡിങ് എ പെർട്ടിക്കുലർ എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ റേറ്റ്. ആ റേറ്റിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ എന്ന് പറയാ. ആൻഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ. എക്സാമിന് ഈവൻ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജി ഇസ് ഇക്വൽ ടു ടി മൈനസ് എ ഐ ടി ഐ എന്ന് പറയും, ഡിവൈഡഡ് ബൈ 1 മൈനസ് എ ഐ. ഇതിൽ ഓരോന്നും എന്താണെന്ന് അറിയാം. ജി എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ ആണ്. ടി എന്ന് പറയുന്നത് നോമിനൽ താരിഫ് ആണ്. എ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ ഇമ്പോർട്ടഡ് ഇൻപുട്ട് ടു ദ പ്രൈസ് ഓഫ് ദ ഫൈനൽ കമ്മോഡിറ്റി ഇൻ ദ ആബ്സെൻസ് ഓഫ് താരിഫ്. ടി ഐ എന്ന് പറയുന്നത് ദ നോമിനൽ താരിഫ് റേറ്റ് ഓൺ ദ ഇമ്പോർട്ടഡ് ഇൻപുട്ട് ആണ്. അതിനെ ബേസ് ചെയ്ത് ഇപ്പം വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഓരോന്നിന്റെയും ടിയും എയും ടി ഐയും ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം, എഫക്റ്റീവ് പ്രൊട്ടക്ഷൻ റേറ്റ് കാണാൻ പറയാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എ ഐ കാണാൻ പറയാം, ടി ഐ കാണാൻ പറയാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു നോ ദ മെത്തേഡ്സ്. അതിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ടി ഐ ലെസ് ദാൻ ടി ആണെങ്കിൽ, ടി ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നോമിനൽ താരിഫ് റേറ്റ് ആണ്. അപ്പൊ ടി ഐ മൈനസ് ടി ആവുന്ന സമയത്ത് ജി വിൽ ബി ഗ്രേറ്റർ ദാൻ ടി ആണ്. ഓക്കെ, അതായത് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ലൈക്ക് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ താരിഫ്. അതേസമയം ജി ലെസ് ദാൻ ടി ആവുന്ന സമയം എന്ന് പറയുന്നത് ടി ഈസ് ഗ്രേറ്റർ ദാൻ ടി വരുമ്പോഴാണ് ടി ഐ ഇസിക്കൽ ടു ടി എന്ന് പറയുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. താരിഫും എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷനും സെയിം ആയിരിക്കും. ദെൻ നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്. ഈ നോൺ താരിഫ് ബാരിയേഴ്സിലാണ് ഇമ്പോർട്ട് കോട്ട വരിക. ഇമ്പോർട്ട് കോട്ട എന്ന് പറയുന്ന സമയത്ത് എ കോട്ട ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നോൺ താരിഫ് ട്രേഡ് ബാരിയർ ആൻഡ് ഇറ്റ് ഈസ് ദ ഡയറക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ. ഡയറക്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് കോട്ട എന്ന് പറയുക. സോ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്ന സാധനങ്ങളിൽ ഒരു പെർട്ടിക്കുലർ അലോ ചെയ്യുന്ന ഒരു എമൗണ്ട് ഡിസൈഡ് ചെയ്യുക, അതാണ് ശരിക്കും ചെയ്യുക. അവിടെ നമ്മൾ താരിഫ് കോട്ടയുണ്ട്, യൂണിലാറ്ററൽ കോട്ടയുണ്ട്, ബൈലാറ്ററൽ ഉണ്ട്, മിക്സിംഗ് കോട്ടയുണ്ട്. താരിഫ് കോട്ട എന്ന് പറയുന്ന സമയത്ത് താരിഫിനെയും കോട്ടോനെയും കമ്പൈൻ ചെയ്യുക ചെയ്യുന്നത്. സോ ഒരു ഇമ്പോർട്ട് ഓഫ് എ കമ്മോഡിറ്റി അപ് ടു സ്പെസിഫൈഡ് വോളിയം ആർ അലോഡ് ഡ്യൂട്ടി ഫ്രീ ഓർ അറ്റ് എ ലോവർ റേറ്റ്. അതേസമയത്ത് ഇമ്പോർട്ട് ഇൻ എക്സസ് ഓഫ് ദീസ് ലിമിറ്റ്സ് ആർ സബ്ജക്ട് ടു ഡ്യൂട്ടി. അപ്പം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വരെ എന്ത് ചെയ്യും, സമ്മതിക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഡ്യൂട്ടി ചുമത്തുന്ന രീതിയാണ് താരിഫ് കോട്ട എന്ന് പറയാം. യൂണിലാറ്ററൽ എന്ന് പറയുന്നത് യൂണിലാറ്ററലി ഫിക്സ് ചെയ്യുന്നു എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്നുള്ളത്. ഒരു കൺട്രി യൂണിലാറ്ററലി ഫിക്സ് ചെയ്യുന്നു. എന്നാൽ രണ്ട് കൺട്രീസ് തമ്മിൽ നെഗോഷിയേഷൻ നടത്തിയിട്ട് ഈ കോട്ട ഡിസൈഡ് ചെയ്യുന്നത് ബൈലാറ്ററലാണ്. മിക്സിംഗ് എന്ന് പറയുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സ് ആർ ഒബ്ലൈഡ് ടു യൂട്ടിലൈസ് ഡൊമസ്റ്റിക് റോ മെറ്റീരിയൽ അപ് ടു എ സർട്ടൻ പ്രൊപ്പോർഷൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. സോ പ്രൊഡ്യൂസേഴ്സിന് എന്തുണ്ടാവും, ഇത്രയാണ് മാക്സിമം ഡൊമസ്റ്റിക് റോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നതിനാണ് മിക്സിംഗ് കോട്ട എന്ന് പറയാം. ദെൻ വേറെയും നോൺ താരിഫ് ബാരിയേഴ്സ് ഉണ്ട്. അതിലാണ് വോളണ്ടറി എക്സ്പോർട്ട് റെസ്ട്രെയിൻസ് വരിക. ഇതിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ കേസ് വെയർ an importing country induces another nation to reduce its exports of a commodity voluntarily. സോ വോളണ്ടറിലി എന്ത് ചെയ്യാണ്, മറ്റേ കൺട്രീനോട് അവരൊരു ഇൻഡ്യൂസ് ചെയ്യാണ് എന്ത് ചെയ്യാൻ, എക്സ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ റെഗുലേഷൻസ് ഉണ്ടാവും. ഓരോ കൺട്രീസിലും ദിൽ ബി സം ടെക്നിക്കൽ റെഗുലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റെഗുലേഷൻസ് ആൻഡ് മറ്റുള്ള ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടാവും. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി റെഗുലേഷൻസും ഹെൽത്ത് റെഗുലേഷൻസും
പാക്കേജിങ്ങിന്റെ മുകളിൽ വരുന്ന റെഗുലേഷനും ഒക്കെ നമ്മുടെ ഈ പറയുന്ന ടെക്നിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതർ റെഗുലേഷൻസിൽ വരുന്നതാണ്. ഇതിൽ മറ്റൊന്നാണ് ഇന്റർനാഷണൽ കാർട്ടൽസ് എന്ന് പറയുന്നത്. ഇപ്പം ഒപെക് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ കാർട്ടലാണ്, ഓയിൽ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ദേ ക്യാൻ ഡിസൈഡ് ദർ ട്രേഡ്. അപ്പം ഒപെക് ക്യാൻ ലീഗലി ഡിസൈഡ് എവറിത്തിങ്. സോ അതാണ് നോർമലി നമ്മുടെ ഇന്റർനാഷണൽ കാർട്ടൽസിൽ നടക്കാറുള്ളത്. ദെൻ ആന്റി ഡംപിങ് ഡ്യൂട്ടീസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഡംപിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫോറിൻ കൺട്രിയിൽ ഫോറിൻ കൺട്രിയിൽ സാധനങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു കൺട്രിയിലേക്ക് ഡംപിങ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഫോറിൻ കൺട്രിയിൽ സാധനത്തിന് വില കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു ആന്റി ഡംപിങ് ഡ്യൂട്ടി ചുമത്തുന്നതിനെയാണ് ആന്റി ഡംപിങ് ഡ്യൂട്ടീസിൽ നോർമലി ചെയ്യാറുള്ളത്. ഡംപിങ് എന്ന് പറഞ്ഞ സമയത്ത് യു നോ ദാറ്റ്, ഈ ഡംപിങ് എന്ന് പറയുമ്പോൾ ഫോറിൻ കൺട്രിയിൽ പ്രൈസ് കുറവും ഡൊമസ്റ്റിക് കൺട്രിയിൽ പ്രൈസ് കൂടുതലുള്ള കേസാണ് നമ്മുടെ ഡംപിങ് എന്ന് പറയുന്നത്. അതിനെ തന്നെ പേഴ്സിസ്റ്റന്റ് എന്നും പ്രിഡേറ്ററി എന്നും സ്പൊറാഡിക് എന്നും വിളിക്കാറുണ്ട്. പേഴ്സിസ്റ്റന്റ് എന്ന് പറഞ്ഞ സമയത്ത് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, ഡംപിങ് നടത്തുകയാണ്. പ്രിഡേറ്ററി എന്ന് പറയുന്ന സമയത്ത് ടെമ്പററി ആയിട്ട് നടത്തുകയാണ്. ടു ഡ്രൈവ് അതായത് ഫോറിൻ പ്രൊഡ്യൂസേഴ്സിനെ ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള ഡംപിങ്ങിനെ പ്രിഡേറ്ററി എന്ന് പറയും. എന്നാൽ ടോട്ടൽ പ്രോഫിറ്റ്സ് കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്നതിനെ നമ്മൾ പെർസിസ്റ്റന്റ് എന്ന് പറയും. സ്പൊറാഡിക് എന്ന് പറയുന്നത് ഒക്കേഷണൽ ആണ്. പ്രധാനമായിട്ടും എന്തെങ്കിലും അൺഫോർസീൻ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കമ്മോഡിറ്റിന്റെ മുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ സ്പൊറാഡിക് ഡംപിങ് നടത്താറുണ്ട്. ഇറ്റ് വിൽ ബി ഒക്കേഷണൽ. കണ്ടിന്യൂസ് ആണ് പെർസിസ്റ്റന്റ്. പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ ടെമ്പററി ആണ്. സ്പൊറാഡിക് എന്ന് പറയുമ്പോൾ ഒക്കേഷണൽ ആണ്. ദെൻ എക്സ്പോർട്ട് സബ്സിഡീസ് ഉണ്ട്. എക്സ്പോർട്ട് സബ്സിഡീസും ഒരു നമുക്ക് നോൺ താരിഫ് ബാരിയേഴ്സിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. എക്സ്പോർട്ടിന്റെ മുകളിൽ വിൽ ബി ഗിവിംഗ് സബ്സിഡീസ്. ദെൻ ദർ ആർ ഇൻഫാൻ ഇൻഡസ്ട്രി ആർഗ്യുമെന്റ്. ഈ ഇൻഫാൻ ഇൻഡസ്ട്രി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ ഹാമിൽട്ടനും ഫ്രെഡറിക് ലിസ്റ്റും ആണ് പ്രധാനമായിട്ട് തന്നിട്ടുള്ളത്. ഇൻഫാൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയതായിട്ട് വന്നിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അപ്പം ആ ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഹെൽപ്പുകൾ, ഇൻക്ലൂഡിങ് ഇത്തരത്തിലുള്ള സബ്സിഡീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലും ഫ്രീ ആയിട്ടുള്ള ലോണുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ടുള്ള ലോണുകൾ കൊടുക്കലും ഒക്കെ ഈ ഇൻഫാൻ ഇൻഡസ്ട്രി ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അതിന്റെ ഉദ്ദേശം. ജസ്റ്റ് കൺസെപ്റ്റ്, നെയ്സ് ദ ബേബി, പ്രൊട്ടക്ട് ദ ചൈൽഡ് ആൻഡ് ഫ്രീ ദ അഡൾട്ട് എന്നുള്ളതാണ് ഐഡിയ. സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് മറ്റൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ആണ് ഫോർ പ്രൊട്ടക്ഷൻ. അപ്പം ഇൻഫാൻ ഇൻഡസ്ട്രി ആർഗ്യുമെന്റും സ്ട്രാറ്റജിക് ട്രേഡ് പോളിസിയും എന്താണ്, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു എക്കോണമീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ട്രേഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കൺട്രീസും ചെയ്യുന്ന കാര്യമാണ്. സോ സ്ട്രാറ്റജിക് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ക്വാളിഫൈഡ് ആർഗ്യുമെന്റ് ഫോർ പ്രൊട്ടക്ഷൻ. ആൻഡ് അവർ പറയുന്നത് ബൈ എൻകറേജിങ് ഹൈടെക് ഇൻഡസ്ട്രീസ് എ നാഷൻ ക്യാൻ റീപ് ദ ലാർജ് എക്സ്റ്റേണൽ എക്കോണമീസ് ദാറ്റ് റിസൾട്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്, അവർ ഹൈടെക് ആയിട്ട് ഇൻഡസ്ട്രീസിനെ എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത്. ദെൻ കംസ് ഗാട്ട് ആൻഡ് WTO. ഗാട്ട് എന്ന് പറയുമ്പോൾ GATT വിച്ച് മീൻസ് ജനറൽ അഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് 1944 ഫോം ചെയ്തു. ഒബ്ജക്റ്റീവ്സ് പ്രധാനമായിട്ടും കൺട്രീസ് തമ്മിലുള്ള കോഡ് ഓഫ് കണ്ടക്ട് ഡിസൈഡ് ചെയ്യുക, ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആണ്, റെസ്ട്രിക്ഷൻസ് ഓൺ ട്രേഡ് എല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതും, ദെൻ യൂണിലാറ്ററൽ ആക്ഷൻസും. പ്രിൻസിപ്പിൾസ് ഓഫ് ഗാട്ട് എന്ന് പറയുന്നത് ഒന്ന് നോൺ ഡിസ്ക്രിമിനേഷൻ, രണ്ട് റെസിപ്രോസിറ്റി, മൂന്നാമത്തെ ട്രാൻസ്പെറൻസി. നോൺ ഡിസ്ക്രിമിനേഷൻ ആണ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, അതേപോലെ നാഷണൽ ട്രീറ്റ്മെന്റും. ദെൻ ഈ മോസ്റ്റ് ഫേവേർഡ് നാഷൻ ഉദ്ദേശിക്കുന്നത് നോൺ ഡിസ്ക്രിമിനേഷൻ വരാനാണ്. ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ മാത്രം നമ്മൾ കൂടുതൽ താരിഫ് ചുമത്തുക, ചില കൺട്രീസിന്റെ മുകളിൽ താരിഫ് എല്ലാം ഒഴിവാക്കി കൊടുക്കുക, ഇങ്ങനത്തെ കേസുകൾ ഒഴിവാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റെസിപ്രോസിറ്റി എന്ന് പറയുന്ന സമയത്ത് ബെനിഫിറ്റ് ഓഫ് എനി ബൈലാറ്ററൽ അഗ്രിമെന്റ്സ് ബിറ്റ്വീൻ കോൺട്രാക്ടിങ് പാർട്ടീസ് അതെന്ത് ചെയ്യും, ബാക്കിയുള്ളതിലേക്കും എല്ലാ കോൺട്രാക്ടിങ് പാർട്ടീസിലേക്കും അപ്ലിക്കബിൾ ആവും എന്നുള്ളതാണ് റെസിപ്രോസിറ്റി. ദെൻ ട്രാൻസ്പെറൻസി, അതിലാണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഉദ്ദേശിക്കുന്നത് ഗാട്ടിന്റെ എല്ലാ റൂൾസും മാക്സിമം ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാ മെമ്പേഴ്സിലേക്കും എത്തിക്കുക എന്നുള്ളത്. ദെൻ ഈ ഗാട്ടിന്റെ റൗണ്ട്സിൽ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ടാണ് ഉറുഗ്വ റൗണ്ട് 1986. ആൻഡ് ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് ട്രേഡിംഗ് സർവീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പാർട്ടിസിപ്പേഷനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഉറുഗ്വ റൗണ്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഇവിടെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. താരിഫ്, കോട്ടാസ്, ആന്റി ഡംപിംഗ്, സബ്സിഡീസ്,
safeguards intellectual property services, other industry provisions, trade related investment measures, and finally they started അതിനുശേഷം they formed WTO. സോ WTOന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം ജനീവയാണ്, സ്വിറ്റ്സർലൻഡിലാണ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ്. ദെൻ 1 ജനുവരി 1995 വരുന്നത്. ഉറുഗ്വ റൗണ്ട് നെഗോഷിയേഷനിലാണ് ഇത് ഫോം ചെയ്യുന്നത്. മെമ്പർഷിപ്പ് 164 മെമ്പേഴ്സ് റിപ്രസെന്റിംഗ് 98% ഓഫ് ദ വേൾഡ് ട്രേഡ്. സോ ഇതിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നോൺ ഡിസ്ക്രിമിനേഷനും ഫ്രീ ട്രേഡും സേഫ്റ്റി വാല്യൂസ് റെസിപ്രോസിറ്റി, അതേപോലെ തന്നെ ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സ്മെന്റ് കമ്മിറ്റി. അതായത് ബൈൻഡിങ് ആണ്, ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ WTO എടുത്ത തീരുമാനം എല്ലാവരും ഫോളോ ചെയ്യൽ നിർബന്ധമാണ്. Then structural നോക്കുന്ന സമയത്ത് there will be a ministerial conference, then there will be a trade policy review body, and finally they will be having dispute settlement body as well as a general council. ഈ general council there will be different groups, councils. There will be different council for trips, trading goods, അതേപോലെ തന്നെ സർവീസസ്, ട്രിംസ്, ആൻഡ് ഫൈനലി ട്രേഡ് നെഗോഷിയേഷൻ കമ്മിറ്റീസ് ഉണ്ടാവും. ദെൻ പ്രധാനപ്പെട്ട 4 പ്രിൻസിപ്പൽ ലീഗൽ എഗ്രിമെന്റ് ആണ് WTOക്ക് ഉള്ളത്. ഒന്ന് ഗാഡ്സ്, 2 ട്രിപ്സ്, ട്രിംസ്, AOA, അതായത് എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ. ഗാഡ്സ് ഉദ്ദേശിക്കുന്ന ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡിംഗ് സർവീസസ് ആണ്. ആൻഡ് സർവീസസ് കവേർഡ് ബൈ ഗാഡ്സ് ഇൻക്ലൂഡ് ഈ ഒരു 12 സെക്ടറിനെയാണ് പ്രധാനമായിട്ടും ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും. ആൻഡ് ഗാഡ്സ് കൺസിഡർ എഡ്യൂക്കേഷൻ ആസ് എ ട്രേഡബിൾ സർവീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ട്രിപ്സ് ആണ് രണ്ടാമത്തെ എഗ്രിമെന്റ് ആയിട്ട് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിലാണ് നമ്മുടെ ഈ പറയുന്ന കോപ്പി റൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് പറയുക. ആൻഡ് ഇൻവെൻഷൻസ്, ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്, ഡിസൈൻ, സിമ്പിൾസ്, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതും എന്തിന്റെ ബേസിസിലാണ്? ട്രിപ്സിന്റെ ബേസിസിലാണ് അണ്ടർ WTO. ആൻഡ് IPR ആർ ദ ലീഗലി റെക്കഗ്നൈസ്ഡ് റൈറ്റ്സ് ടു സച്ച് ക്രിയേഷൻ ഓഫ് മൈൻഡ്. അപ്പം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ എല്ലാ കാര്യങ്ങളും വരും. അതായത് ട്രേഡ് മാർക്ക് വരും, കോപ്പി റൈറ്റ്സ്, പാറ്റന്റ്, അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം IPRന്റെ എല്ലാ കാര്യങ്ങളും ട്രിപ്സിന്റെ അണ്ടറിലാണ് മെയിൻ ആയിട്ടും വരുന്നത്. ഓക്കെ, ദെൻ റിക്വയർമെന്റ്സ് ഓഫ് ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. ട്രിപ്സ് എപ്പോഴും റിക്വയർ ചെയ്യുന്ന മെമ്പർ സ്റ്റേറ്റ്സ് ടു പ്രൊവൈഡ് സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഫോർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. ആൻഡ് കോപ്പി റൈറ്റ് മസ്റ്റ് എക്സ്റ്റെൻഡ് അറ്റ്ലീസ്റ്റ് 20 years unless based on the life of author. So computer programs must be regarded as literary work under copyright law and receive same terms of protection. Okay, computer programs-ഉം ലിറ്റററി വർക്ക്സിന്റെ ഭാഗമായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് they will be having copyright for that. Then patents must be granted for all inventions in all fields of technology provided they meet all other patentability requirements. Then comes TRIMS, അതാണ് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ ട്രിംസ് എന്ന് പറയുന്നത് ദേ അപ്ലൈ ടു ദ ഡൊമസ്റ്റിക് റെഗുലേഷൻസ് ഇൻ എ കൺട്രി, അപ്ലൈസ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓഫൺ ആസ് പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി. ദ എഗ്രിമെന്റ് വാസ് കൺക്ലൂഡഡ് ഇൻ 1994 ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1995. ഓക്കെ, ദ WTO വാസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഈവൻ ട്രിംസ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് മെഷർ എന്ന് പറയുന്നത് ഈവൻ ബിഫോർ WTO കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഹാസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ട്രിംസിൽ വരുന്ന ഫീച്ചേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ റെസ്ട്രിക്ഷൻസും ജസ്റ്റ് വായിച്ചു നോക്കുക. നോ റെസ്ട്രിക്ഷൻ ഓൺ എനി ഏരിയ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നോ ലിമിറ്റേഷൻ ഓർ സീലിംഗ് ഓൺ ദ ക്വാണ്ടം ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഗ്രാൻഡിങ് ഓഫ് പെർമിഷൻ വിത്തൗട്ട് റെസ്ട്രിക്ഷൻസ് ഇൻ ലൈക്ക് ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ദെൻ എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ, ഇതിലാണ് നമ്മൾ ഉറുഗ്വ റൗണ്ട് മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻ, അതായത് 1986 മുതൽ 1993 വരെയുള്ള പീരീഡിനെ കുറിച്ച് പറയുന്ന WTO എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ കണ്ടെയ്ൻസ് പ്രൊവിഷൻ ഇൻ 3 ബ്രോഡ് ഏരിയാസ്. അതിലാണ് ഒന്നെന്ന് പറയുന്നത് മാർക്കറ്റ് ആക്സസ്, ഡൊമസ്റ്റിക് സപ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് സബ്സിഡീസ് എന്ന് പറയുന്നത്. ഇപ്പൊ WTOന്റെ മിനിസ്റ്റീരിയൽ കോൺഫറൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് വി ഹാവ് ഡിഫറെന്റ് മിനിസ്റ്റീരിയൽ കോൺഫറൻസസ് ആൻഡ് ഈച്ച് ഇയറിൽ ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ റീജിയണൽ കോർപ്പറേഷൻസ് വരുന്നുണ്ട്. റീജിയണൽ കോർപ്പറേഷൻസിൽ വി ഹാവ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയനിൽ 28 മെമ്പേഴ്സ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഫീഷ്യൽ കറൻസി ആയിട്ട് യൂറോനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ January 1, 1999 ആണ് യൂറോ ഫോം ചെയ്തിട്ടുള്ളത് ഒഫീഷ്യൽ കറൻസി ആയിട്ട് ആൻഡ് സ്റ്റാർട്ടഡ് യൂസിങ് ആസ് എ കറൻസി ഇൻ 2002. ദെൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്, ബെൽജിയം. ആൻഡ് എല്ലാ 28 കൺട്രീസും യൂറോ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, 19 മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2016 റെഫറൻഡം വന്നിരുന്നത്. UK വോട്ടഡ് ടു ലീവ് ദ യൂറോപ്യൻ യൂണിയൻ ആൻഡ് ദർ വാസ് എ ബ്രെക്സിറ്റ്. ബ്രിട്ടൻ എക്സിറ്റഡ് ഫ്രം യൂറോ. ദെൻ ഹിസ്റ്ററി ഓഫ് യൂറോപ്യൻ യൂണിയന്റെ ഹിസ്റ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ആദ്യം വരുന്നത്, എക്കണോമിക് കമ്മ്യൂണിറ്റി ആയി മാറി. ദെൻ യൂറോപ്യൻ ലൈക്ക് ഈ പറയുന്ന
യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഇനീഷ്യലി എക്സ്പാൻഡ് ചെയ്ത് 1973-ലായിരുന്നു. ദെൻ സിംഗിൾ യൂറോപ്യൻ ആക്ട് വന്നത്, ദെൻ മാസ്ട്രിച്ച് ട്രീറ്റി, അതാണ് യൂറോപ്യൻ യൂണിയൻ റീപ്ലേസ് ചെയ്യുന്നത്. അതായത് യൂറോപ്യൻ കമ്മ്യൂണിറ്റി എന്നുള്ളത് മാറിയിട്ട് യൂറോപ്യൻ യൂണിയൻ ആവുന്നത് 1993-ലാണ് ത്രൂ മാസ്ട്രിച്ച് ട്രീറ്റി. ഓർക്കണേ, മാസ്ട്രിച്ച് ട്രീറ്റി. ദെൻ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വന്നത് 1998-ലാണ്. യൂറോ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തു ഫോർ യൂറോപ്യൻ യൂണിയൻ. 2002 മുതലാണ് അത് യൂസ് ചെയ്ത് തുടങ്ങിയത്. യൂറോ കെയിം ഇൻ ടു എഫക്ട് ആസ് കറൻസി. ദെൻ ഷെങ്ങൻ ഏരിയ, ബ്രെക്സിറ്റ്. ഷെങ്ങൻ ഏരിയ എന്ന് പറയുന്നത് ഫ്രീ മൂവ്മെന്റ് ടു ദോസ് ലീഗലി റിസൈഡിംഗ് വിത്തിൻ ഇറ്റ്സ് ബൗണ്ടറീസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഷെങ്ങൻ ഏരിയയിൽ ദർ ആർ 26 മെമ്പേഴ്സ് ആൻഡ് 2 യൂറോപ്യൻ യൂണിയൻ കൺട്രീസ്, അയർലൻഡ് ആൻഡ് UK, ഹാവ് ഡിക്ലൈൻഡ് ദ ഷെങ്ങൻ ബെനിഫിറ്റ്സ്. അതേപോലെ തന്നെ 4 നോൺ യൂറോപ്യൻ കൺട്രീസ്, ഐസ്ലൻഡ്, ലിച്ചസ്റ്റീൻ, അതേപോലെ തന്നെ നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഇവർ 4 പേരും ഷെങ്ങൻ ഏരിയ അഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്ത ആൾക്കാരാണ് ഇൻ 1985. സോ ഷെങ്കൻ ഏരിയ എന്ന് പറയുന്നത് ഫ്രീ മൂവ്മെന്റ് ടു ദോസ് ലീഗലി റിസൈഡിങ് വിത്തിൻ ദ കൺട്രിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ബ്രെക്സിറ്റ് വരുന്നുണ്ട്. ബ്രെക്സിറ്റ് വന്നിട്ടുള്ളത് 2020 ജനുവരി 31-നാണ് കംപ്ലീറ്റ്ലി ബ്രെക്സിറ്റ് ആവുന്നത്. 2016-ല് റെഫറൻഡം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഫൈനലി ഒഫീഷ്യലി ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 31 ജനുവരി 2020 മുതൽ ആണ് ബ്രെക്സിറ്റ് കംപ്ലീറ്റ് ആയത്. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, 10 സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് കൺട്രീസ് ആണ് ഇതിലുള്ളത്. അതിലാണ് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം, ലാവോസ്, ദെൻ കംബോഡിയ, ബ്രൂണൈ ആൻഡ് മ്യാൻമർ. ഇപ്പം ന്യൂക്ലിയർ ഫ്രീ സോൺ ആയിട്ടാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഈ 1995 എഗ്രിമെന്റ് വന്നിരുന്നത്. ആൻഡ് മെയിൻലി 8 ഓഗസ്റ്റ് 1967-ലാണ് ബാങ്കോക്ക് ഡിക്ലറേഷൻ. നേരത്തെ നമ്മൾ മാസ്ട്രിക്ട് ട്രീറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ ബാങ്കോക്ക് ഡിക്ലറേഷൻ ഓർക്കണം. ദെൻ ആസിയൻ ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്. 1 വിഷൻ, 1 ഐഡന്റിറ്റി, 1 കമ്മ്യൂണിറ്റി. ഇതിന്റെ ഒരു ക്യാപിറ്റൽ ഏരിയ അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പറയുന്നത് ജക്കാർത്തനെയാണ്. സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ ആണ്. 8 ഡിസംബർ 1985. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, ശ്രീലങ്ക. ഓക്കെ, കാര്യങ്ങൾ അറിയാം. കൺസിസ്റ്റ് ഓഫ് 3% ഓഫ് വേൾഡ് ഏരിയ ആൻഡ് 21% ഓഫ് വേൾഡ് പോപ്പുലേഷൻ. ലാസ്റ്റ് 20th വന്നത് 2019 ശ്രീലങ്ക. നാഫ്ത നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണ്. അതിൽ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജനുവരി 1994. USA, കാനഡ, മെക്സിക്കോ. ഓക്കെ, എലിമിനേറ്റഡ് മോസ്റ്റ് താരിഫ് ഓൺ ട്രേഡ് എമംഗ് മെക്സിക്കോ, കാനഡ ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ദെൻ നാഫ്തയുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി, അതായത് ഈ പറയുന്ന നാഫ്തയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന 3 എക്കണോമിക് പവേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീനെയും എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് കാനഡ അഗ്രീഡ് ടു ഡീൽ ടു റീപ്ലേസ് നാഫ്ത വിച്ച് വിൽ ബി കോൾഡ് ആസ് USMCA. ഓർക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ അഗ്രിമെന്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. In addition to NAFTA was supplemented by 2 other regulations: North American Agreement on Environmental Cooperation and North American Agreement on Labor Cooperation. Environmental Cooperation ഉണ്ട്, Labor Cooperation ഉണ്ട്. Then ബ്രിക്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും: ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ദെൻ ഇതിലേക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പല കൺട്രീസും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ദെൻ ഇന്റർനാഷണൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിലാണ് IMF-ഉം അതേപോലെ തന്നെ വേൾഡ് ബാങ്കും വരുന്നത്. IMF പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഓരോ കൺട്രീസിന്റെയും അല്ലെങ്കിൽ IMF-ന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു എൻഷുർ മോണിറ്ററി സ്റ്റെബിലിറ്റി അറൌണ്ട് ദ വേൾഡ് ആണ്. ആൻഡ് IMF ലെൻസ് ടു കൺട്രീസ് വിത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിഫിക്കൽട്ടീസ്. ഷോർട്ട് ടേം ആയിട്ട് ഇവർ ലോൺ കൊടുക്കുക ചെയ്യുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും, ആസ് ലോങ് ആസ് ബോറോയിങ് കൺട്രി ഇംപ്ലിമെന്റ്സ് ഇനീഷ്യേറ്റീവ്സ്. മെയിൻ പറയുന്ന ഒരു കാര്യം, IMF ചില സജഷൻസ് പറയും, ആ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന്റെ ഏറ്റവും എക്സാമ്പിൾസ് ആണ് BOP ക്രൈസിസ് ഇന്ത്യയിൽ വന്ന സമയത്ത്, അതായത് 1991 വന്ന സമയത്ത് ഇവരുടെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സജഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി വരുന്നത്. സോ IMF-ൽ നിന്ന് ഇത്തരത്തിലുള്ള ഹെൽപ്പുകൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ചും BOP ഫ്ലക്ച്വേഷൻസിനൊക്കെയാണ് ഇവർ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യാറുള്ളത്. ആ സമയത്ത് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ദേ വിൽ ബി ഹാവിങ് സം പെർട്ടിക്കുലർ റെഗുലേഷൻസ്. ആ റെഗുലേഷൻസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഗൈഡ് ലൈൻസിൽ വന്നതായിരുന്നു ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. ദെൻ സ്പെഷ്യൽ ഡ്രോയിങ് റേറ്റ്സ് എന്ന് പറയുന്നത് IMF-ന്റെ ആർട്ടിഫിഷ്യൽ കറൻസി ആയിട്ടാണ് പറയുക. ദർ വിൽ ബി എ ബാസ്കറ്റ് ഓഫ് 5 കറൻസീസ്. ആ കറൻസീസ് ആണ് നമ്മുടെ US ഡോളറും, യൂറോയും, ജപ്പാനീസ് യുവനും, ചൈനീസ് യുവാനും, ബ്രിട്ടീഷ് പൗണ്ടും എന്നൊക്കെ പറയുന്നത്. ദെൻ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വലിയ രീതിയിലുള്ള ലോണുകളാണ് മെയിൻ ആയിട്ട് കൊടുക്കാറുള്ളത്. വേൾഡ് ബാങ്ക് ഹാസ് 2 ഗോൾസ് സെറ്റ് ഫോർ 2030.
പോവർട്ടി എൻഡ് ചെയ്യുക ബൈ ഡിക്രീസിങ് ഹൗ മെനി പീപ്പിൾ ലിവ് ഓൺ ലെസ് ദാൻ 1.9 എ ഡേ. Then promoting shared prosperity through income growth for the lowest 40% of each country. ഇതാണ് ടാർഗറ്റ്, ടു ഗോൾസ്. then വേൾഡ് ബാങ്കിൽ പ്രധാനമായിട്ടും 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തത് ഇന്റർനാഷണൽ ബാങ്ക് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD എന്ന് പറയും, 1945 വന്നതാണ്. മെയിൻ ആയിട്ടും ഇവർ മിഡിൽ ഇൻകം ആൻഡ് ക്രെഡിറ്റ് വർത്തി ലോ ഇൻകം ഗവൺമെന്റ്സിനാണ് IBRD കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ ലോൺ കൊടുക്കാറുള്ളത്. 189 മെമ്പേഴ്സ് ഇതിലിപ്പം മെമ്പറാണ്. അതേപോലെ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്. ഇവരാണ് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ മൊബിലൈസേഷൻ ആൻഡ് ഗിവ്സ് അഡ്വൈസറി സർവീസസ് ടു ബിസിനസ് ആൻഡ് ഗവൺമെന്റ്സ് ഇൻ ഡെവലപ്പിംഗ് നാഷൻസ്. ആൻഡ് ദേ ആൾസോ അസിസ്റ്റ് പ്രൈവറ്റ് എന്റർപ്രൈസസ് ഇൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ലോൺ വിൻഡോ ഓഫ് വേൾഡ് ബാങ്ക് എന്നാണ് പറയുക. അതായത് ഫ്രീ ആയിട്ടുള്ളതും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോണുകൾ, അതേപോലെ ഗ്രാൻസുകൾ വേൾഡിലുള്ള പുവറസ്റ്റ് കൺട്രീസിലേക്ക് എത്തിക്കലാണ് IDAയുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദേ കോൾഡ് ആസ് സോഫ്റ്റ് ലോൺ വിൻഡോ ഓഫ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ദെൻ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി, അവരാണ് യഥാർത്ഥത്തിൽ FDA പോലുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പിംഗ് നാഷൻസിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യാനുള്ള റോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്. ഓർക്കുക, IBRD ഉണ്ട്, മിഡിൽ ഇൻകം ആൻഡ് ക്രെഡിറ്റ് വർത്തി. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ചെയ്യാറുള്ളത് അവർ ഫിനാൻസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനും ക്യാപിറ്റൽ മൊബിലൈസേഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഡെവലപ്പിംഗ് നാഷൻസിൽ. ദെൻ IDA സോഫ്റ്റ് ലോൺ വിൻഡോ ഓഫ് വേൾഡ് ബാങ്ക് ആണ്. ദെൻ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി ആണ്. ദെൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ടും ഇതിന്റെ കീഴിൽ തന്നെ വരുന്നതാണ്. ദെൻ എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ സമയത്ത് എന്താണ് ഓരോ എക്കണോമിക് ഇന്റഗ്രേഷൻ? ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുമ്പം ഫ്രീ ട്രേഡ് എമംഗ് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. കസ്റ്റംസ് യൂണിയൻ ആവുന്ന സമയത്ത് വി ഹാവ് ഫ്രീ ട്രേഡ് എമംഗ് മെമ്പേഴ്സ്, കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസി. കോമൺ മാർക്കറ്റ് ആവുന്ന സമയത്ത് വി ഹാവ് ഫ്രീ ട്രേഡ് എമംഗ് മെമ്പേഴ്സ്, കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസിയും ഫ്രീ മാർക്കറ്റ് മൊബിലിറ്റി വിത്തിൻ ദ മാർക്കറ്റ്. അങ്ങനെ ഓരോന്നിന്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക് യൂണിയൻ, എക്കണോമിക് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഫൈനലി വരുമ്പം ഫ്രീ ട്രേഡ് എമംഗ് മെമ്പേഴ്സ്, കോമൺ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ പോളിസി, ഫ്രീ ഫാക്ടർ മൊബിലിറ്റി വിത്തിൻ ദ മാർക്കറ്റ്, ഹാർമണൈസ്ഡ് എക്കണോമിക് പോളിസി, ഫൈനലി സുപ്രാനാഷണൽ ഓർഗാനിക് സ്ട്രക്ചർ. എക്കണോമിക് യൂണിയൻ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻഷ്യൽ ട്രേഡ് അറേഞ്ച്മെന്റ്, ഫ്രീ ട്രേഡ്, അതേപോലെ കസ്റ്റംസ് യൂണിയൻ, അതേപോലെ തന്നെ കോമൺ മാർക്കറ്റ് ആൻഡ് ഫൈനലി എക്കണോമിക് യൂണിയൻ. ദെൻ യൂറോ കറൻസി മാർക്കറ്റ് ആണ് അടുത്ത് പറയാനുള്ളത്. യൂറോ കറൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി ആൻ ഓഫ് ഷോർ മാർക്കറ്റ്. യൂറോ കറൻസി മാർക്കറ്റിൽ ചെയ്യാറുള്ളത് ഒരു കൺട്രിയിൽ മറ്റൊരു കൺട്രിയുടെ കറൻസിയുടെ യൂസേജ് വരുമ്പോഴാണ് ഒരു യൂറോ കറൻസി മാർക്കറ്റായി മാറുക. സോ ദ മാർക്കറ്റ് ഇൻ വിച്ച് ദിസ് ബോറോയിങ്, അപ്പോൾ യൂറോ കറൻസി കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഔട്ട്സൈഡ് ദ കൺട്രി ഓഫ് ദെയർ ഇഷ്യൂ, അപ്പോഴാണ് യൂറോ കറൻസിയായി മാറുക. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, അത് ഏത് കൺട്രി ആട്ടോ, യൂറോ കറൻസി എന്ന് പറയുന്ന സാധനം യൂറോ ഡോളർ ആവാം, യൂറോ സ്റ്റെർലിംഗ് ആവാം, യൂറോ ഡെപ്പോസിറ്റ് ആവാം, ഇങ്ങനെ ഒരുപാട് കൺസെപ്റ്റുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ആൻഡ് ഇതിന്റെ എക്സിസ്റ്റൻസിനുള്ള ചില റീസൺസും അതേപോലെ തന്നെ അതിന്റെ റാപ്പിഡ് ഗ്രോത്തിനുള്ള റീസൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹയർ ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ തന്നെ യൂറോ കറൻസി ഡെപ്പോസിറ്റിൽ ആയതുകൊണ്ട് തന്നെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ദെൻ രണ്ടാമത് കൺവീനിയൻസ് ആണ്, ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഇന്റർനാഷണൽ കോർപ്പറേഷൻസ്. ആൻഡ് അതേപോലെ തന്നെ നാഷണൽ മോണിറ്ററി കൺട്രോൾസിന്റെ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള എബിലിറ്റിയും ഈ പറയുന്ന സാധനത്തിനുണ്ട്. കാരണം നമ്മൾ ഒരു കൺട്രിയുടെ കറൻസി മറ്റൊരു കൺട്രിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ അവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ വരുന്ന സമയത്താണ് യൂറോ കറൻസി മാർക്കറ്റ് വരുന്നത്. യൂറോ ബോണ്ട് ഇതേപോലെ തന്നെയാണ്. യൂറോ ബോണ്ട്സ് ആർ ലോങ് ടേം ഡെറ്റ് സെക്യൂരിറ്റീസ് ദാറ്റ് ആർ സോൾഡ് ഔട്ട്സൈഡ് ദ ബോറോവേഴ്സ് കൺട്രി. എവിടുന്നാണോ വാങ്ങിയത് വേറൊരു കൺട്രിയിൽ നമ്മൾ വിൽക്കുന്ന രീതിയാണ് യൂറോ ബോണ്ട്സിൽ യഥാർത്ഥത്തിൽ ചെയ്യാറുള്ളത്. ദെൻ യൂറോ നോട്ട്സ് ഉണ്ട്, മീഡിയം ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഫോളിംഗ് സംവാട്ട് ബിറ്റ്വീൻ ഷോർട്ട് ടേം യൂറോ കറൻസി ആൻഡ് യൂറോ ബോണ്ട്സ്. ദെൻ അതേപോലെ തന്നെയുള്ള കൺസെപ്റ്റുകളാണ് യൂറോ സോണ്, ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഇൻ യൂറോപ്യൻ യൂണിയൻ. യൂറോ ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, ഗ്രൂപ്പ് ഓഫ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ മെമ്പേഴ്സ് ഹൂ ഹാവ് അഡോപ്റ്റഡ് ദ യൂറോ. ദെൻ ESCB എന്ന് പറയുന്നത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്ലസ് ദ നാഷണൽ ഓർ സെൻട്രൽ ബാങ്ക് ഓഫ് യൂറോപ്യൻ യൂണിയൻ ആണ്. യൂറോ സിസ്റ്റം എന്ന് പറയുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്ലസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് നാഷൻസ് ഇൻ ദ യൂറോപ്യൻ യൂണിയൻ ഹു ഹാവ് അഡോപ്റ്റഡ് യൂറോ. ദെൻ ഫെറ ആൻഡ് ഫെമ ഉണ്ട്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടും. 1991 മുമ്പ് ഉണ്ടായിരുന്നതായിരുന്നു
അതായത് ഇന്ത്യയിൽ ന്യൂ എക്കണോമിക് പോളിസി വരുന്നതിന് മുമ്പാണ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ഉള്ളത്. ആൻഡ് ഇത് കൂടുതൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി കൂടിയായിരുന്നു. ആൻഡ് ടു റെഗുലേറ്റ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫോറിൻ കറൻസി, ഫോറിൻ പേയ്മെന്റ്, സെക്യൂരിറ്റീസ് ആൻഡ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആണ് മെയിൻ ആയിട്ടും. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്കിയ സമയത്ത് ഇത് കുറച്ചും കൂടി എന്തായി തുടങ്ങി, ഫ്ലെക്സിബിൾ ആയി തുടങ്ങി. ദ റൂൾസ് വെർ ഫ്ലെക്സിബിൾ ആഫ്റ്റർ ഫെമ സ്റ്റാർട്ടഡ്. ഓക്കെ, ഫെമ വരുന്നത് വരെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് കുറച്ചും കൂടിയും ടൈറ്റ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് കുറച്ചുകൂടി ഓപ്പൺ ആക്കി കൊടുത്തു എന്നുള്ളതാണ് പ്രത്യേകത. ദെൻ MRTP ആൻഡ് കോമ്പറ്റീഷൻ ആക്ട്. MRTP എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഇതിനു വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ടു റെഗുലേറ്റ് കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യയാണ് മെയിനായിട്ടും MRTPയുടെ ഉദ്ദേശം. അതേപോലെ തന്നെ ഈ MRTP ആക്ട് വരുന്ന സമയത്ത് മെയിനായിട്ടും കുറച്ചാളിൽ മാത്രം കോൺസെൻട്രേഷൻ ഓഫ് പവർ ഉണ്ടാവുന്നത് റെസ്ട്രിക്ട് ചെയ്യായിരുന്നു ഇതിന്റെ മെയിൻ ആയിട്ടും ഐഡിയ. കോമ്പറ്റീഷൻ ആക്ട് 2002 വന്നിട്ടുള്ളത് MRTPനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്, മെയിൻലി ടു പ്രൊമോട്ട് കോമ്പറ്റീഷൻ ഇൻ ഇന്ത്യ. MRTP ആക്ട് റെഗുലേറ്റ് ചെയ്തിരുന്നെങ്കിൽ കോമ്പറ്റീഷൻ ആക്ട് ചെയ്തിരുന്നത് പ്രൊമോട്ട് ചെയ്യാൻ. കാരണം നിങ്ങൾ 1991 മുമ്പുള്ള ഇന്ത്യൻ എക്കോണമിയും 1991 ശേഷം ഇന്ത്യൻ എക്കോണമിയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വൺ വാസ് ക്ലോസ്ഡ് എക്കോണമി ഓൾമോസ്റ്റ് ബിഫോർ 1991. അതിനുശേഷം നമുക്ക് ഒരു ഓപ്പൺ ആയിട്ടുള്ള എക്കോണമി കംപ്ലീറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ദെൻ ഒപെക്, നമുക്ക് ഒപെക് അറിയാം, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. 30 നാഷൻസ് ഉണ്ട്. ബാഗ്ദാദിലാണ് ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 5 മെമ്പേഴ്സ് ആയിട്ട്. 1965 ശേഷം ഓസ്ട്രിയയിലെ വിയന്നയാണ് ഒപെക്കിന്റെ മെമ്പർ സ്റ്റേറ്റ് അല്ലെങ്കിൽ പോലും ഓസ്ട്രിയയുടെ വിയന്നയാണ് കറന്റ് ഒപെക്കിന്റെ എന്തായിട്ട് മാറിയിട്ടുള്ളത്, ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഇന്റർനാഷണൽ കാർട്ടിലാണ്, അതിന്റെ മെമ്പേഴ്സ് ആണ് താഴത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ മുണ്ടേൽ ഫ്ലമിംഗ് മോഡൽ, ഇതിന് ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയ ഒരു കാര്യമായിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ അവസാനം ഉൾപ്പെടുത്തിയത്. അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് ISLM മോഡലിന്റെ കൂടെ തന്നെ ISLM BP മോഡൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ISLM BP. IS എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് അബൌട്ട് ഗുഡ്സ് മാർക്കറ്റ്. LM എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് അബൌട്ട് മണി മാർക്കറ്റ്. അതേസമയം BP എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ശരിക്ക് ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. സോ ഇത് മൂന്നിനെയും മിക്സ് ചെയ്തുകൊണ്ട് റോബർട്ട് മുണ്ടേലും ഫ്ലമിങ്ങും ചേർന്നുകൊണ്ട് 1960 1963 ഇവർ ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ് മുണ്ടൽ ഫ്ലമിംഗ് മോഡൽ എന്ന് പറയുന്നത്. ദ മോഡൽ ദാറ്റ് ഷോസ് ഹൗ എ നാഷൻ ക്യാൻ യൂസ് ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസീസ് ടു അച്ചീവ് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബാലൻസ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റിൽ മാറ്റമില്ലാതെ തന്നെ ഫിസ്ക്കൽ പോളിസിയുടെയും മോണിറ്ററി പോളിസിയുടെയും ഹെൽപ്പോട് കൂടി എങ്ങനെയാണ് എക്സ്റ്റേണൽ ബാലൻസും ഇന്റേണൽ ബാലൻസും ഉണ്ടാക്കിയെടുക്കുക. ഇന്റേണൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. എക്സ്റ്റേണൽ ബാലൻസ് എന്ന് പറഞ്ഞ സമയത്ത് ഇറ്റ്സ് അബൌട്ട് ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, ഇതിന് മുണ്ടൽ ഫ്ലമിംഗ് മോഡല് ഫിസ്ക്കൽ പോളിസി എപ്പോഴാണ് ഓരോ സമയത്തും എഫക്റ്റീവ് ആവുക. ഫിസ്ക്കൽ പോളിസി എഫക്റ്റീവ് ആവാറുള്ളത് ഇൻ കേസ് ഓഫ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, ബിക്കോസ് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ഇൻകം വിത്ത് നോ ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. മോണിറ്ററി പോളിസിയാണ് കൂടുതലായിട്ട് എഫക്റ്റീവ് ആയിരിക്കുക വെൻ ദർ ഇസ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. കാരണം മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് മോർ റിലേറ്റഡ് ടു, അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസി പറയുമ്പോൾ ശരിക്കും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കേസിൽ നമുക്ക് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഏറ്റവും നല്ലതെന്നും, അതേസമയം മോണിറ്ററി പോളിസി എന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് ഫോഴ്സസ് ആണ് കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്യുക. ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഏറ്റവും നല്ലത്. ഇതാണ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിന്റെ ഫൈനലി അവർ പറഞ്ഞിട്ടുള്ളത്. ദെൻ IMF, ദെൻ വേൾഡ് ബാങ്കിന്റെ കേസ്. വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ മെമ്പർ അതേപോലെ തന്നെ ഡയറക്ടർ ആരാണ്, ഇന്ത്യൻ ആണ് കേട്ടോ, അൻഷുല കാന്ത് ആയിരുന്നു. ദെൻ അജയ് ബാങ്കറാണ് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ദെൻ ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേർഷൻ. ട്രേഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഒരു യൂണിയൻ മെമ്പർ റീപ്ലേസ് ചെയ്യുന്നു ബൈ ലോവർ കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം അനദർ മെമ്പർ നാഷൻ. ട്രേഡ് ക്രിയേഷൻ ഇത് പ്രധാനമായിട്ടും ഇൻക്രീസസ് സ്പെഷ്യലൈസേഷൻ ഇൻ പ്രൊഡക്ഷൻ ആൻഡ് വെൽഫെയർ ഇൻ ദി കസ്റ്റംസ് യൂണിയൻ. ട്രേഡ് ക്രിയേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കസ്റ്റംസ് യൂണിയൻ പോലെയുള്ള ഇന്റഗ്രേഷനിലാണ് നടത്താറുള്ളത്. എപ്പോഴാണ് നടത്തുക? വെൻ സം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇൻ എ യൂണിയൻ മെമ്പർ ഈസ് റീപ്ലേസ്ഡ് ബൈ ലോവർ കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം അനദർ മെമ്പർ നാഷൻ. ദെൻ ട്രേഡ് ഡൈവേർഷൻ വരാറുള്ളത് വെൻ ലോവർ കോസ്റ്റ് ഇമ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് ദ customs unions are replaced by higher cost imports from another union member.
ഇപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ക്രിയേഷൻ എന്ന് പറയുമ്പം അവിടെ റീപ്ലേസ് ചെയ്യുന്ന രണ്ട് കേസും റീപ്ലേസ്മെന്റാണ് നടക്കുന്നത്. ട്രേഡ് ക്രിയേഷൻ എന്താ ചെയ്യുക? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇൻ എ യൂണിയൻ മെമ്പർ ഈസ് റീപ്ലേസ്ഡ്. എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുന്നത്? ലോവർ കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം അനദർ മെമ്പർ നാഷൻ കിട്ടുമ്പോൾ. ട്രേഡ് ഡൈവേർഷൻ വരുന്ന എപ്പോഴാ? ലോവർ കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം ഔട്ട്സൈഡ് ദ കസ്റ്റംസ് യൂണിയൻ ആർ റീപ്ലേസ്ഡ് ബൈ ഹയർ കോസ്റ്റ് ഇമ്പോർട്ട്സ് ഫ്രം അനദർ യൂണിയൻ മെമ്പർ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവാം, എന്തുകൊണ്ടാണ് ഹയർ കോസ്റ്റ് ഇമ്പോർട്ട്സ് സ്വീകരിക്കുന്നത്? ബിക്കോസ് അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൂടുതലായിട്ടും പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ള അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദർ ഇസ് എൻ ഇന്റഗ്രേഷൻ, ദർ ഇസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ടു കൺട്രീസ്. അപ്പോൾ ഒരു കൺട്രീനെ മറ്റേ കൺട്രിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ട്രേഡ് ഡൈവേർഷന്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ. ദെൻ ഡൊമസ്റ്റിക് സപ്പോർട്ട്, ഇത് നമ്മൾ WTOന്റെ കേസിൽ ഡൊമസ്റ്റിക് സപ്പോർട്ടിന്റെ അല്ലെങ്കിൽ അഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ് ഡൊമസ്റ്റിക് സപ്പോർട്ട് എന്ന് പറയുന്നത്. ദേ കൺസിഡേർഡ് സബ്സിഡീസ് ഇൻ ടു ദീസ് 3 ബോക്സസ്: ഗ്രീൻ ബോക്സ്, ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്. ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ചില കേസിൽ വരുന്ന എക്സ്പോർട്ട് അല്ലെങ്കിൽ സബ്സിഡി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ട്രേഡിന് പ്രശ്നമാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ പറയുന്ന ഗ്രീൻ ബോക്സിലും ആംബർ ബോക്സിലും ബ്ലൂ ബോക്സിലും ഇവർ ചെയ്തിട്ടുള്ളത്, ദേ ഇൻക്ലൂഡഡ് ഡിഫറെന്റ് ഐറ്റംസ് ഇൻ വിച്ച് ദർ ആർ സംതിങ്. ഇപ്പൊ ഗ്രീൻ ബോക്സ് ആവുന്ന സമയത്ത് ഗ്രീൻ ബോക്സിലുള്ള ഐറ്റംസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ട്രേഡിന് ഡിസ്റ്റോർട്ട് ചെയ്യുന്നില്ല. ഓർ ചിലപ്പോൾ ഒരു മിനിമൽ ആയിട്ടുള്ള ഡിസ്റ്റോഷൻ മാത്രമേ ട്രേഡിന് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്തരം സബ്സിഡീസ് ആക്സെപ്റ്റബിൾ ആണ്. അതാണ് ഗ്രീൻ ബോക്സിന്റെ പ്രത്യേകത. ആംബർ ബോക്സ് എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ഡൊമസ്റ്റിക് സപ്പോർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റോർട്ട് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷനെയും ട്രേഡിനെയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ബ്ലൂ ബോക്സിൽ കാണിച്ചിട്ടുള്ളതെല്ലാം ആംബർ ബോക്സിന്റെ കൂടെ തന്നെ വിത്ത് കണ്ടീഷൻസ് ഉള്ളതാണ്. സോ സച്ച് കണ്ടീഷൻസ് ആർ ഡിസൈൻ ടു റെഡ്യൂസ് ഡിസ്റ്റോഷൻ. അപ്പം ഡിസ്റ്റോഷൻ കുറയ്ക്കാൻ സാധ്യതയുള്ളതിനെ ബ്ലൂ ബോക്സിലും, എന്നാൽ കംപ്ലീറ്റ് ഡിസ്റ്റോർട്ട് ഉണ്ടാക്കുന്നതിന് ആംബർ ബോക്സിലും, ഗ്രീൻ ബോക്സിൽ പറയുന്നത് തീരെ അല്ലെങ്കിൽ കുറച്ച് മാത്രം ഡിസ്റ്റോഷൻ നടത്തുന്നതുമാണ്. അപ്പം ഗ്രീൻ ബോക്സിൽ ആക്സെപ്റ്റ് ചെയ്യാം, ബ്ലൂ ബോക്സിൽ ഉള്ള കാര്യങ്ങളെ കുറച്ച് കണ്ടീഷൻസിലൂടെ നമുക്ക് ഡിസ്റ്റോർട്ട് നടത്താം അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് നടത്താം. അതേസമയം ആംബർ ബോക്സിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ഡൊമസ്റ്റിക് സപ്പോർട്ടുകൾ കൊടുക്കാനേ പാടില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ക്രൊണോളജിക്കൽ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ തന്നെ ഒരു ഐഡിയ കിട്ടും. തിയറീസ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ. അപ്പൊ അതിൽ 1776 മുതലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്, അതേപോലെ തന്നെ കമ്പാറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ്, ദെൻ മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ദെൻ അതേപോലെ തന്നെ ഓരോ തിയറീസും ഏത് വർഷമാണ് വന്നത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം. ബിക്കോസ് നമുക്ക് ക്രൊണോളജി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ദെൻ ഫേമസ് ആയിട്ടുള്ള ബുക്സും ഓതേഴ്സും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം, ആഡം സ്മിത്തിന്റെ ബുക്ക്, അതേപോലെ തന്നെ ഗണ്ണർ മിർഡാലിന്റെ ഇതൊക്കെ പണ്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി, ദെൻ ഡെവലപ്മെന്റ് ഓഫ് ഫ്രീഡം അമർത്യ സെൻ, ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം മിൽട്ടൺ ഫ്രീഡ്മാൻ, ദെൻ ക്യാപിറ്റലിസം സോഷ്യലിസം ആൻഡ് ഡെമോക്രസി ഷുംപീറ്റർ, ദെൻ റൈസ് ആൻഡ് ഫോൾ ഓഫ് നാഷൻസ് റുചിർ ശർമ്മ, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് ആൽഫ്രഡ് മാർഷൽ, പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സേഷൻ ഡേവിഡ് റിക്കാർഡോ, പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി മാത്രമായിട്ടുള്ളത് JS മില്ല്, ആൻഡ് ടാക്സേഷൻ വരുന്നത് റിക്കാർഡോ ആണ്. ദെൻ എക്കണോമീസ് ഓഫ് വെൽഫെയർ AC പിഗു, വാല്യൂ ആൻഡ് ക്യാപിറ്റൽ ഇക്സ്. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വാല്യൂ ഓഫ് ക്യാപിറ്റൽ, വാല്യൂ ആൻഡ് ക്യാപിറ്റൽ. റിവിഷൻ ഓഫ് ഡിമാൻഡ് തിയറി ജാറിക്സിൻ്റെതാണ്. ദെൻ നാച്ചുറൽ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്, അതാണ് ലയണൽ റോബിൻസിൻ്റെത്. ദെൻ ഓരോ കാര്യങ്ങളും മൾട്ടിപ്ലയർ ആൻഡ് എക്സ്പ്ലോറേഷൻ സാമുവൽസൺ, അതേപോലെ തന്നെ JM കെയ്ൻസിൻ്റെതാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഏതെങ്കിലും ഭാഗത്ത് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാലും മതി. ഓക്കെ.